ജീവിതം യേന സത്പുംസ നിത്യസത്യായ വൈഹുതം രക്ഷണായ ച ധർമ്മസ്യ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നിത്യസത്യത്തിനു വേണ്ടി സ്വന്തം ജീവിതങ്ങൾ ആഹൂതി ചെയ്ത മഹാത്മാക്കളെ ധർമ്മരക്ഷണാർത്ഥം നമുക്ക് പിന്തുടരാം. അഭിനന്ദരായ സ്വാമിജിമാർക്കും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും വിനീതമായ നമസ്കാരം. ഈ ഒരു സഭയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഈ ഹാള് അനുഗ്രഹീതമാണ്. ഇത്രയധികം ഒന്നിച്ച് മഹാത്മാക്കളെ കാണാൻ അടുത്തൊരു സദസ്സൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ വരുന്നതും അവരുടെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് വളരെയധികം പുണ്യകരമായിട്ടുള്ള കാര്യമാണ്, അനുഗ്രഹീതമാണ്. ശ്രീ ശുക ബ്രഹ്മർഷിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ദേവി ഭാഗവതത്തിൽ ശ്രീ ശുക ബ്രഹ്മർഷിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. വിഷ്ണു ഭാഗവതത്തിൽ അല്പം വ്യത്യാസമുണ്ട്. പുരാണങ്ങളിലൊക്കെ ഒരു കഥ തന്നെ പലതരത്തിലും പല പുരാണങ്ങളിലും പറയപ്പെട്ട് കാണാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കൽപ്പത്തിലും ഉള്ള കാര്യങ്ങളാണ് ഓരോ മഹാത്മാക്കൾക്ക് സമാധിയിൽ കിട്ടുന്നത്. അതവർ എഴുതുന്നു. അപ്പോൾ ഒരു കൽപ്പത്തിലുള്ള മാതിരി അല്ല വേറൊരു കൽപ്പത്തിൽ. ഉദാഹരണമായിട്ട് ഭൂസുണ്ടനെ കാണാൻ വസിഷ്ഠ മഹർഷി ചെന്ന സമയത്ത് ഭൂസുണ്ട മഹർഷി പറയുന്നുണ്ട്, അല്ലയോ മഹർഷി, അങ്ങ് കഴിഞ്ഞ 7 ജന്മത്തിൽ ഇവിടെ വന്നിട്ടില്ല, ഇത് 8ാമത്തെ ജന്മമാണ്. ഈ ജന്മത്തിൽ അങ്ങ് ഇവിടെ വരുമെന്ന് എനിക്കറിയാം. ഈ സന്ദർഭത്തിലാണ് അങ്ങ് വരാമെന്ന് പറയാം മുഹൂർത്തം, അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 8ാമത്തെ ജന്മത്തിൽ മാത്രമാണ് വസിഷ്ഠ മഹർഷിയും ഭൂസുണ്ട മഹർഷിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അതിൻ്റെ മുമ്പുള്ള അവരുടെ ജീവചരിത്രത്തിലൊന്നും തന്നെ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ ഓരോ കൽപ്പത്തിലുള്ള കാര്യങ്ങളാണ് ഓരോ വിധത്തിലും. രാമായണം 25 തരം. രാമായണത്തിൽ അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ കാണാനും കാരണം ഇതാണ്, കൽപ്പങ്ങളുടെ വ്യത്യാസം. ഒരു കൽപ്പത്തിലുള്ള മാതിരിയല്ല വേറൊരു കൽപ്പത്തിൽ. അപ്പോൾ അതാത് കൽപ്പത്തിൽ ഏതോ ഒരു കൽപ്പത്തിലാണ് ഒരു മഹാത്മാവിന് സമാധിയിൽ കിട്ടുക, അദ്ദേഹം അത് എഴുതി. വേറൊരാൾക്ക് വേറൊരു കൽപ്പത്തിലായിരിക്കും, അദ്ദേഹം അത് എഴുതി. അപ്പോൾ എഴുതിയിട്ട് അത് തമ്മിൽ അല്പസ്വല്പം വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് സാധാരണയാണ്. വേദവ്യാസ മഹർഷി ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിങ്ങനെ ധ്യാനിക്കുകയായിരുന്നു. ധ്യാനിക്കുന്ന സമയത്ത് മരത്തിൻ്റെ കൊമ്പുകളിൽ നിറയെ പക്ഷികൾ ഒച്ചയുണ്ടാക്കുന്നത് കേട്ടു. അപ്പോൾ ഒന്ന് മേലോട്ട് നോക്കിയപ്പോൾ തള്ളപ്പക്ഷി ആഹാരം കൊണ്ടുവന്ന് പക്ഷിക്കുഞ്ഞുങ്ങളുടെ വായിൽ കൊടുക്കുന്നത് കണ്ടു. കുഞ്ഞുങ്ങളെല്ലാം വായ തുറന്നിങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷി പറന്നുപോയി കിട്ടിയതൊക്കെ ഓരോരുത്തരെ വായിലിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് വഴിക്ക് വഴിയായിട്ട്. അത് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ചില പക്ഷികൾ തമ്മിൽ സ്പർശിച്ച് ഒരു നിർവൃതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അതൊക്കെ കണ്ട സമയത്ത് വേദവ്യാസ മഹർഷിക്ക് ഒരു തോന്നലുണ്ടായി. ഞാൻ ജ്ഞാനമണ്ഡലം പല ഇതിൽ കൂടിയും കടന്നു പോയിട്ടുണ്ട്. എൻ്റെ മനസ്സ് സമാധിയുടെ പല തലങ്ങളും, സവിതർക്കം, നിർവിതർക്കം, സവിചാരം, നിർവിചാരം, സവികൽപ്പം, നിർവികൽപ്പൊക്കെ അറിയാം. പക്ഷേ ഈ ഭൗതികത്തിൽ ഈ ഒരു വികാരം എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് കുഞ്ഞുങ്ങളും തള്ളയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഇതൊന്നും എൻ്റെ ജ്ഞാനമണ്ഡലത്തിൽ പൂരിതമായിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു അഭാവം എൻ്റെ അന്ധകരണത്തിലുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. തോന്നിയ സമയത്ത് തന്നെ അവിടെ ഘൃതാജി എന്ന് പറഞ്ഞൊരു ദേവസ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ഘൃതാജി അതിനെ കണ്ട സമയത്ത് അല്പം മനസ്സൊന്ന് ഇളകിയോ സംശയം. അപ്പം തന്നെ ഗൗരവമായി. കാരണം പുരൂരവസ് ഉർവശിയെ കണ്ട സമയത്ത് മനസ്സ് ചാഞ്ചല്യുണ്ടായതിൻ്റെ ശേഷം ഉണ്ടായതായ അദ്ദേഹത്തിൻ്റെ ആ വളരെയധികം പരിതാപകരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം മനസ്സിനെ ഗൗരവത്തോടുകൂടി മനസ്സിനെ മാറ്റി. വേദവ്യാസ മഹർഷിയുടെ മുഖം ഗൗരവമുള്ളതായി കണ്ട സമയത്ത് ഘൃതാജിക്ക് പേടിയായി. ശപിച്ചെങ്കിലോ എന്ന് പേടിച്ചിട്ട് അവർ പെട്ടെന്ന് രൂപം മാറ്റി ഒരു പഞ്ചവർണ്ണക്കിളിയുടെ രൂപമായി അങ്ങനെ പാറിപ്പറന്നങ്ങ് പോയി. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാനവും ആയിട്ട് പാടിപ്പറന്നുപോയി. അത് കണ്ട സമയത്ത് മഹർഷിയുടെ മനസ്സിളകി സ്ഖലനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൽ നിന്നൊരു കുഞ്ഞ് രൂപപ്പെട്ടു. അപ്പോൾ പഞ്ചവർണ്ണക്കിളിക്ക് ശുഗൻ എന്നാണ് പറയാം. ശുഗത്തെ കണ്ട സമയത്ത് ഉണ്ടായതായതുകൊണ്ട് ആ കുട്ടിക്ക് ശുഗൻ എന്ന് പേരിട്ടു. ശുഗൻ. അങ്ങനെ ശുഗൻ വളർന്നു. ശുഗനെ പഠിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായി. ആദ്യം ധർമ്മശാസ്ത്രം, നമ്മൾ പഠിക്കാനുള്ള 4 ശാസ്ത്രങ്ങളാണ്. ധർമ്മശാസ്ത്രം, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, മോക്ഷശാസ്ത്രം, 4 ശാസ്ത്രങ്ങളാണ് പഠിക്കാനുള്ളത്. അതിലാദ്യം ധർമ്മശാസ്ത്രം പഠിപ്പിച്ചു. ധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് എന്നർത്ഥമാണ്. ധർമ്മം നിലനിൽപ്പ്. നമ്മുടെ ഒരാളുടെ നിലനിൽപ്പിന് സഹായകരമായിട്ടുള്ള ചിന്തകളും വാക്കും പ്രവൃത്തിയും
എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കണം എന്ന് ആദ്യം പഠിപ്പിച്ചു. ആ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നിലനിൽപ്പ് അസാധ്യമായി തീരും. അപ്പോൾ അതിനെ അധർമ്മം എന്നാണ് പറയാം. ഇപ്പോൾ ഒരു നായയെ നമ്മൾ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് ആ നായ നമ്മളെ കണ്ടാൽ കുരച്ച് ഓടി വരും നമ്മളെ കടിക്കാൻ. കാരണം എന്താ, നമ്മളെ കർമ്മം ആ നായയുടെ പല്ലിൽ ചെന്ന് കാത്തിരിക്കുകയാണ്. നായയ്ക്ക് നമ്മളോട് വിരോധമില്ല, അനുകൂലമില്ല. പക്ഷേ നായൻ്റെ പല്ലിൽ ആ കർമ്മം എങ്ങനെ, നമ്മുടെ കർമ്മമാണ് പോയി കാത്തിരുന്നത് രോഷമായിട്ട്. നേരെ മറിച്ച് ഒരു പട്ടിയെ കണ്ടു, അതിന് വിശക്കുന്നുണ്ടാവുന്നതും തോന്നി, നമ്മൾ കുറച്ച് കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടേ കൊടുത്തു, വയറ് നിറയെ തിന്നാൻ കൊടുത്തു എന്ന് വയ്ക്കാം. ആ പട്ടി എവിടെയെങ്കിലും വെച്ച് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വാലാട്ടി നമ്മളെ ചുറ്റുപാടും വന്ന് നമ്മളെ സ്നേഹിക്കുകയും നമ്മളൊരു അംഗരക്ഷകനായി തീരുകയും ചെയ്യും. അപ്പോൾ ആ പട്ടിയുടെ വാലിലാണ് നമ്മളെ കർമ്മം പോയി കാത്തിരുന്നത്. നമ്മുടെ കർമ്മം, അപ്പോൾ ഈ പട്ടി നമ്മളെ സഹായിക്കാൻ തക്ക വിധത്തിലും സ്നേഹിക്കത്തക്ക വിധത്തിലുള്ള ഒരു കർമ്മം നമ്മൾ ചെയ്തെങ്കിൽ അത് ധർമ്മമാണ്, നമ്മളെ നിലനിൽപ്പിനെ സഹായിക്കുന്നതാണ്. നേരെ മറിച്ച് കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ അത് അധർമ്മമാണ്. കാരണം ആ പട്ടി നമ്മളെ എവിടെയെങ്കിലും വെച്ചാണ്ട് കടിച്ചു എന്ന് വരാം. അപ്പോൾ നമ്മുടെ കർമ്മമാണ് നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഇരിക്കുന്നത്. നമ്മുടെ നിലനിൽപ്പിന് സഹായകരമായിട്ടുള്ളതും നമ്മുടെ നിലനിൽപ്പിന് ഹാനികരമായിട്ടുള്ളതും നമ്മുടെ കർമ്മങ്ങളാണ്. അപ്പോൾ അതിന് ഹാനികരമായിട്ടുള്ളതിനെയാണ് അധർമ്മം എന്ന് പറയും, അനുകൂലമായിട്ടുള്ളതിന് ധർമ്മം എന്ന് പറയും. അപ്പോൾ ധർമ്മശാസ്ത്രം അങ്ങനെ പഠിപ്പിച്ചു. അപ്പോൾ നമ്മുടെ കർമ്മത്തിൻ്റെ കാരണങ്ങൾ ഏതൊക്കെയാണ്? ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ. അപ്പോൾ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരാളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന സമയത്ത് അയാളത് അറിയുന്നുണ്ട്. കാരണം നമുക്ക് രണ്ട് മനസ്സുണ്ട്, ഒന്ന് ബാഹ്യ മനസ്സും ഒന്ന് ആന്തരിക മനസ്സും. ഓബ്ജക്റ്റീവ് മൈൻഡ്, സബ്ജക്റ്റീവ് മൈൻഡ് എന്നൊക്കെ പറയും മനഃശാസ്ത്രത്തിൽ. അതായത് ആത്മമനസ്സ്, ഭൗതിക മനസ്സ്. ഈ ഭൗതിക മനസ്സ് ഓരോരുത്തർക്കും വെവ്വേറെയാണ്. നേരെ മറിച്ച് ആത്മീയ മനസ്സ് എല്ലാവർക്കും ഒന്നാണ്. എല്ലാവർക്കും, പക്ഷി മൃഗാദികൾക്കും എല്ലാവറ്റിനും, വൃക്ഷങ്ങൾക്ക് വരെ നമുക്കും ഒക്കെ ഒരേ മനസ്സാണ്, ആന്തരികമായ മനസ്സ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ബാഹ്യ മനസ്സിൽ നിന്ന് ആ ചിന്ത ആന്തരിക മനസ്സിലേക്ക് പോകും. ആന്തരിക മനസ്സ് എല്ലാവർക്കും ഒന്നാവുകൊണ്ട് അവരൊക്കെ അത് അറിയുകയും ചെയ്യും. അപ്പം ആരെങ്കിലും കുറിച്ച് ഞാൻ ദോഷം ചിന്തിക്കുകയാണെങ്കിൽ ആ ദോഷം അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റീവ് മൈൻഡിൽ അറിയും. അദ്ദേഹം അറിയുന്നുണ്ട്. അത് ബോധമനസ്സിൽ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇൻഡയറക്റ്റായിട്ട്, പരോക്ഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോധമനസ്സിൽ അത് പ്രതിഫലിക്കും. അതാണ് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും, ചിലവരെ കാണുമ്പോൾ വെറുപ്പ് തോന്നും, ചിലവരിഷ്ടം തോന്നും, ചിലവരിഷ്ടക്കേട് തോന്നും. അതിനൊക്കെ കാരണം സങ്കല്പങ്ങളാണ്, അറിയുന്നു എന്നുള്ളതുകൊണ്ടാണ്. എല്ലാവരെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം പറയുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ല സുഖമാണ്. കാരണം അത് അവരിൽ തട്ടിയിട്ട് പ്രതിഫലിക്കും, അവർക്കത് സന്തോഷത്തെ നൽകും. ആ സന്തോഷം സബ്ജക്റ്റീവ് മൈൻഡിൽ കൂടെ നമ്മളെ സബ്ജക്റ്റീവ് മൈൻഡിലെത്തി അത് ഒബ്ജക്റ്റീവ് മൈൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊന്നുമില്ലാത്തൊരു ശാന്തി, സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് നെഗറ്റീവായിട്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഗീതയിൽ ഉദ്ധരേത് ആത്മാനെന്ന് പറയുന്നുണ്ട്. ആത്മാന അവസാദയത്. ഉദ്ധരേത് ആത്മാനെന്ന് പറഞ്ഞാൽ പോസിറ്റീവായുള്ള ചിന്തകളെ കൊണ്ട് വേണം നമുക്ക് ശാന്തി നിലനിർത്താൻ. എന്നാൽ ആത്മാനം അവസാദയത്, ആരും നെഗറ്റീവ് ചിന്തിച്ചിട്ട് അവനെ ക്ലേശത്തിലേക്ക് നയിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അങ്ങനെ പറയുകയാണ്, ആത്മൈവ ആത്മന ബന്ധു ആത്മാവ ആത്മന രിപുരാത്മന. അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുവും മിത്രവും. അപ്പോൾ ശത്രുവായിട്ടിരിക്കുന്ന അധർമ്മമാണ്, മിത്രമായിട്ടിരിക്കുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ധർമ്മശാസ്ത്രം മുഴുവനും വേണ്ടതുപോലെ പഠിപ്പിച്ചു. ഒരു പക്ഷിയുടെ, ഒരു വൃക്ഷത്തിൻ്റെ ഇല പോലും നമ്മൾ നുള്ളുന്നത് അധർമ്മമാണ്. അഥവാ നമുക്ക് ആവശ്യമായിട്ട് നുള്ളുകയാണെങ്കിൽ അതിനോട് സമ്മതം ചോദിച്ചിട്ട് വേണം നുള്ളാനാണ്. സമ്മതം ചോദിച്ചിട്ട് അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞതിന് മാപ്പും കൂടി പറഞ്ഞിട്ട് വേണം അത് ചെയ്യാനാണ്. എങ്കിലേ അത് ധർമ്മമാവുള്ളൂ. അല്ലെങ്കിൽ അത് അധർമ്മമാണെന്ന് അർത്ഥമാണ്. കൽക്കട്ടയിൽ നിന്ന് കൃഷി വിദഗ്ധനായിട്ടുള്ള ഒരാൾ വന്നിരുന്നു, വടകര. അതൊരു പ്രഭാഷണം നടത്തുന്നത് കേൾക്കാനിടയായി. അപ്പം അദ്ദേഹം പറയാണ്, ഒരു വാഴക്കൊല വെട്ടണമെന്നുണ്ടെങ്കിൽ 3 ദിവസം മുമ്പേ വാഴൻ്റെ അടുത്ത് ചെന്ന് പറയണം, ഞാനിങ്ങനൊരു പ്രത്യേക വിശേഷമുണ്ട് വീട്ടിൽ, അപ്പം അതിന് വാഴക്കേൻ്റെ അത്യാവശ്യമുണ്ട്, അപ്പോൾ ഇവിടുന്ന് വാഴക്കൊല വെട്ടുകയല്ലാതെ നിവൃത്തിയില്ല, അതുകൊണ്ട് അത് അനുവദിക്കണം, അതിന് സമ്മതിക്കണം, വിരോധം തോന്നരുത്, അത് ചെയ്യേണ്ടി വന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ല, സന്തോഷമില്ലാതെ തന്നെ ചെയ്യുന്നു, അതുകൊണ്ട് അതൊരു തെറ്റായിട്ട് കണക്കാക്കുകയാണെങ്കിൽ മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ചെന്ന് അത് വീണ്ടും ആവർത്തിക്കും. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ആവർത്തിക്കും. 3 ദിവസം ആവർത്തിച്ചതിന് ശേഷം 4-ാം ദിവസം വാഴക്കൊല വെട്ടുമെന്ന് പറയും. അപ്പം അന്ന് വെട്ടിക്കഴിഞ്ഞാൽ പഴത്തിന് അസാധാരണമായിട്ടുള്ള സ്വാദ് ഉണ്ടാകും പോലും. അങ്ങനെ പറയാതെ വെട്ടിയിട്ടുള്ളൊരു വാഴക്കൊലയിലെ വാഴപ്പഴവും ഇങ്ങനെ പറഞ്ഞിട്ട് വെട്ടിയുള്ള വാഴക്കൊലയുടെ വാഴപ്പഴം തിന്നു നോക്കിയാൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത് അദ്ദേഹം.
അപ്പം അങ്ങനെ ഈ ലോകം മുഴുവനും ഒരേ ചൈതന്യത്തിൻ്റെ നാനാതരത്തിലുള്ള കമ്പനങ്ങളാണെന്ന് നമുക്കറിയാലോ. അപ്പം അതുകൊണ്ട് അതിൽ ഏതൊരു ഇലയുടെ കഷ്ണം ഉള്ളതാണെങ്കിൽ പോലും, എന്തെങ്കിലും ഒരു കല്ലിൻ്റെ കഷ്ണമാണെങ്കിൽ പോലും എല്ലാം തന്നെ ആ ബോധത്തിൻ്റെ ഘനീഭവിച്ച രൂപമാണ്. ആ ബോധത്തിൻ്റെ നാനാത്വത്തിൽപ്പെട്ടതായുള്ള പ്രതിഭാസങ്ങളാണ്. അതുകൊണ്ട് അതുമായിട്ട് ഒരു നെഗറ്റീവായിട്ട് അതുകൊണ്ട് ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ട ആകെ കൂടി നിലനിൽപ്പിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ആയിട്ട് നമ്മളെ മൈൻഡ് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടി വേണം ജീവിക്കാൻ എന്നാണ്. അതുകൊണ്ട് ധർമ്മശാസ്ത്രം വളരെ വലുതാണ്. വേദാഖിലോ ധർമ്മമൂല എന്ന് പറയുമല്ലോ. ഈ ധർമ്മശാസ്ത്രത്തിൻ്റെ മഹത്തായിട്ടുള്ള സൂക്ഷ്മതത്വങ്ങളെ അനാവരണം ചെയ്യുന്ന എത്രയോ ഭാഗങ്ങൾ നമുക്ക് വേദങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നതാണ് മഹാത്മാക്കൾ പറയുന്നത്, പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് പ്രപഞ്ചമായിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്കോർഡ് ഉണ്ടാവാൻ പാടില്ല എന്നാണ്, അപശ്രുതി ഉണ്ടാവരുത് എന്നാണ്. അപ്പോൾ ഋഗ്വേദമുണ്ട്. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രം, ജ്ഞാനത്തെ സംബന്ധിക്കുന്നതാണ്. യജുർവേദം എന്ന് പറഞ്ഞാൽ കർമ്മത്തെ സംബന്ധിക്കുന്നതാണ്. സാമവേദം എന്ന് പറഞ്ഞാൽ ആനന്ദത്തെ സംബന്ധിക്കുന്നതാണ്. പിന്നെ അഥർവവേദം എന്ന് പറഞ്ഞാൽ സംരക്ഷണം, അതായത് പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് അധികവും ഓർമ്മിപ്പിക്കുന്നത് അഥർവവേദത്തിൽ കൂടി എന്നാണ് പറയാം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആ സൂക്ഷ്മമായിട്ടുള്ള ആ ബാലൻസ് തകർക്കാത്ത വിധത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ എന്നാണ്, ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, സംസാരിക്കാൻ. ഒരു വാക്കിന് വളരെയധികം ശക്തിയുണ്ട്. ഒരു വാക്ക് ഇവിടുന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വരെ അതിൻ്റെ അലകളെത്തും എന്നാണ് പറയുന്നത്. ഭൂമിയുടെ മറുവശത്തെത്തും, സമുദ്രത്തിൻ്റെ അടിയിലെത്തും, ഗാലക്സിയിൽ വരെ എത്താമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ധർമ്മശാസ്ത്രം മുഴുവൻ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അതിനുശേഷം പിന്നെ അർത്ഥശാസ്ത്രം പറഞ്ഞു കൊടുത്തു. അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ ധനത്വശാസ്ത്രം, എക്കണോമിക്സ്. ശങ്കര ഭഗവത്പാദർ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലഭസേ നിജകർമ്മോപാത്തം, സ്വന്തം കർമ്മത്തിൽ നിന്ന് എന്താണോ വരുമാനമായിട്ട് വരുന്നത് അതിൽ ഒതുങ്ങണം നമ്മളെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ എന്നർത്ഥം. കൂടുതലായിട്ട് വരുമാനത്തിൽ കവിഞ്ഞ് നമ്മൾ ജീവിതാവശ്യങ്ങൾ ഉണ്ടാക്കരുതെന്നാണ്. ആവശ്യങ്ങൾ ചുരുക്കി വരുമാനം തന്നെ കൂടുതലാണ് എന്ന് വരുത്തി തീർക്കണം. ഒരിക്കൽ കോഴിക്കോട് മകളുടെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ വന്ന ഒരാൾ സ്വർണ്ണം എടുത്തു കഴിഞ്ഞ് അപ്പോൾ ഒരു 800 റുപ്യേൻ്റെ കമ്മി വന്നു. അയാൾ ഓട്ടോറിക്ഷ എടുത്തു വന്ന് മെഡിക്കൽ കോളേജിൽ വന്ന് എന്നോട് പറഞ്ഞു, സാറ് 800 റുപ്യ തരണം, ഞാൻ ഉടൻ തന്നെ തിരിച്ച് തരാമെന്ന് പറഞ്ഞു. എന്തേ കാര്യം എന്ന് പറഞ്ഞു, സ്വർണ്ണം എടുക്കാനാന്ന് പറഞ്ഞു. ഞാനും വരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അവിടെ സ്വർണ്ണക്കടയിൽ ചെന്നു. സ്വർണ്ണക്കടയിലുള്ള ആൾ എൻ്റെ ഒരു സുഹൃത്തും കൂടിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് എടുത്ത മാലയൊക്കെ നോക്കി. ഒരു മാല എന്താ വെച്ചാൽ ഉണ്ട മണികളാണ്, വളരെയധികം വെയിറ്റ് ഉള്ളതാണ്. അതിന് ബദൽ വേറൊരു മാല എടുത്തു. അതിൽ ഈ മണിയായിട്ടല്ല, സ്റ്റാർ പോലെ പരന്നതായിട്ടുള്ള മണികളാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇതിനേക്കാളും കാണാൻ ഭംഗിയുണ്ട്, കഴുത്തിലിട്ടാൽ നല്ല ഷോ ആയിരിക്കും. അപ്പോൾ അത് ബദൽ അതെടുത്തു. അങ്ങനെ 2-3 മാലകൾ മാറ്റി കനം കുറഞ്ഞത് എടുത്തു. കനം കുറഞ്ഞതും കൂടുതൽ ഭംഗിയുള്ളതുമായിട്ടുള്ള എടുത്തു കഴിഞ്ഞ് തൂക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസയിൽ 550 റുപ്യ ബാക്കിയായി. 800 റുപ്യ കമ്മി വന്ന സ്ഥലത്ത് 550 റുപ്യ ബാക്കി ചെയ്തു അയാളെ കയ്യിലുള്ള തന്നെ. എന്നിട്ട് അതിന് പച്ചക്കറിയും വാങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോയി. എനിക്ക് ഒരു 4 പൈസ കൊടുക്കേണ്ടി വന്നില്ല. അപ്പം അതുകൊണ്ടാണ് എല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം എന്നാണ്. സ്വന്തം കയ്യിൽ എന്താണ് വരുമാനം അതിൽ ചിത്തം വിനോദിക്കണം എന്നാണ്. മനസ്സ് അതിൽ സന്തുഷ്ടമായിട്ടിരിക്കണം. അതുകൊണ്ട് കാര്യങ്ങൾ നടത്താനുള്ള കഴിവുണ്ടാവണം. നമ്മൾ സാമ്പത്തികമായിട്ടുള്ള വിഷമിക്കുന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിലവാക്കുന്ന സ്ഥലത്ത് യാതൊരു വിവേകം ഉപയോഗിക്കാത്തവരായിരിക്കും. അനാവശ്യമായിട്ട് ചിലവാക്കിയിട്ടായിരിക്കും അവസാനം പൈസക്ക് വിഷമം വരിക. കോഴിക്കോട് തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു ബാങ്ക് ഓഫീസറും ഭാര്യയും കൂടി ടൗണിൽ പോയി സാധനങ്ങൾ കുറേ വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, ഒരു 350 റുപ്യ ബാക്കിയുണ്ട്, എന്തെങ്കിലും എന്നാൽ നമുക്ക് ഇതും കൂടി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി സാധനം വാങ്ങി കഷ്ടി ഓട്ടോറിക്ഷയ്ക്കുള്ള പൈസ മാത്രം ബാക്കിയായപ്പോൾ നിർത്തി. എന്നിട്ട് വീട്ടിൽ വന്നു ഭാര്യ സാധനം ബാഗൊക്കെ കൊണ്ട് അകത്തേക്ക് പോയി. ഇദ്ദേഹം കിണ്ടിയും വെള്ളം വെച്ചിരുന്നു വരാന്തയിൽ. അത് എടുത്തിട്ട് പുള്ളത്തിണ്ടൻ്റെ മേലെ ഇറങ്ങുമായിരുന്നു കാല് കഴുകാൻ. ഇറങ്ങി കാല് വെച്ചത് തന്നെ ഒരു പാമ്പിൻ്റെ മേലെ പോയി.
പാമ്പ് കടിച്ച ഉടനെ അയ്യോ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഓടി വന്നിട്ട് ഒരു ടാക്സി എടുത്ത് ആസ്പത്രിയിൽ പോകണ്ടേ, അതിനുവേണ്ടി ഭാര്യ ഭയങ്കര സ്പീഡിൽ ഓടി അടുത്ത വീട്ടിലൊക്കെ ചെന്ന് വല്ല പൈസ ഉണ്ടായി തരണം, 8 രൂപ 10 രൂപ അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങി പൈസ ഉണ്ടാക്കി കാറിൽ ആസ്പത്രിയിൽ എത്തിച്ചു. മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുവന്ന്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുടുംബക്കാരായിരുന്നു. അവർ ഉടനെ എനിക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു. അപ്പോൾ ബ്ലഡ് പ്രഷർ താഴ്ന്നുണ്ട്. അപ്പോൾ ഈ വിഷം അരിച്ച് കളയാൻ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ മിനിമം 90 മില്ലിമീറ്റർ പ്രഷർ വേണം. അപ്പോൾ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഡയാലിസിസ് ചെയ്യുന്ന ആൾ എൻ്റെ ക്ലാസ്മേറ്റാണ്. പക്ഷേ അയാൾ പറഞ്ഞു എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല, BP കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കഴിഞ്ഞു. പിറ്റേ ദിവസം 11 മണിയാകുമ്പോൾ ആൾ മരിച്ചു. അപ്പോൾ എന്താണ്, കയ്യിൽ 350 രൂപ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്നാകും കൂടി ചിലവാക്കണം എന്നുള്ളൊരു നിർബന്ധം. പൈസ എന്ന് പറഞ്ഞാൽ ചിലവാക്കാനുള്ളത് എന്നാണ് എല്ലാവരും ധരിക്കുക. കയ്യിൽ കാശുണ്ടെങ്കിൽ പിന്നെ അക്ഷമായി അവിടെ ഇവിടെ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങണം എന്നാണ്. അങ്ങനെ അത് കൂടി ചിലവാക്കിയിട്ടാണ് വന്നത്. പിന്നെ ആ പാമ്പ് കടിച്ചപ്പോൾ ഇത്ര ഓടേണ്ടി വന്നു പൈസക്ക് വേണ്ടി. അപ്പോൾ ഇതാണ്, നേരെ മറിച്ച് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവിടെ വെക്കണം. ആവശ്യം ഉണ്ടാവും. പൈസ എന്ന് പറഞ്ഞാൽ ആവശ്യം ഉണ്ടാവുമ്പോൾ ചിലവാക്കാനുള്ളതാണ്, ആവശ്യമില്ലാത്തപ്പോൾ ചിലവാക്കാനുള്ളതല്ല. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ. അപ്പോൾ 10 രൂപ ബാക്കിയുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, പെട്ടി കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് വെക്കുക. അല്ല 10 രൂപ ബാക്കിയുണ്ട്, നമുക്ക് ഇത് വാങ്ങിയാലോ അത് വാങ്ങിയാലോ എന്ന് വിചാരിക്കും. അപ്പോൾ എല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദേ ചിത്തം എന്ന് ഭജഗോവിന്ദൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഭഗവത് പാദർ പറഞ്ഞിരിക്കുകയാണ്. എക്കണോമിക്സിൽ ഇതിൻ്റെ അപ്പുറം ഒരു തിയറി പറയാനായിട്ട് വയ്യ. ജീവിതം ശോഭനാവണമെങ്കിൽ രാമായണത്തിൽ ധനതത്വശാസ്ത്രത്തെക്കുറിച്ച് ശ്രീരാമൻ വല്ലാതെ പറയുന്നുണ്ട്. അതായത് ധനം ആർജിക്കണം, ആർജിച്ച ധനം അനാവശ്യമായിട്ട് ചിലവാക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ എന്നൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ലക്ഷ്മണനോട് ഉപദേശിക്കുന്ന സമയത്ത് ഭരതനോട് പറയുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളാണ് ആദ്യം എടുത്ത് ചോദിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ശുകബ്രഹ്മർഷിയെ പഠിപ്പിച്ചു. അപ്പോൾ ധർമ്മശാസ്ത്രം അർത്ഥശാസ്ത്രം കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ മോക്ഷശാസ്ത്രമാണ് പറഞ്ഞു കൊടുത്തത്. മോക്ഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ തിന്നേനെ തിന്ന്, കണ്ടേനെ കണ്ട്, കേട്ടേനെ കേട്ടു, അനുഭവിച്ചതിനെ അനുഭവിച്ച് വീണ്ടും 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 കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊക്കെ അനുഭവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി വീണ്ടും ജനിച്ചു കഴിഞ്ഞ് തന്നെ എനിക്ക് അനുഭവിക്കാനുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊക്കെ അനുഭവിച്ചത് തന്നെയാണ്. കണ്ണ് മൂക്ക് നാവ് ചെവി ഇതൊക്കെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അല്ല ഇത് തന്നെ ഇനി വീണ്ടും വീണ്ടും ഇത് തന്നെ അടുത്തൊരു ജന്മം എടുക്കുകയാണെങ്കിൽ ഇത് തന്നെയാണോ അനുഭവിക്കാനുണ്ടാവും? ഇത് തന്നെയുള്ളൂ, വേറെ ഒന്നും അനുഭവിക്കാനില്ല എന്ന്. അപ്പോൾ പിന്നെ ഇതല്ലാത്ത വേറെ എല്ലാം അനുഭവിക്കാണ്ടോ വെച്ചാൽ അത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എവിടെയുള്ളത്? അത് വേറൊരു സ്ഥലത്താണ്. അതെന്താണ്? പ്രകാശത്തിൻ്റെതായിട്ടുള്ളൊരു ലോകമുണ്ട്. നമ്മൾ പ്രകാശ സ്വരൂപിയായിട്ട് അവിടെ പോയി പരമാനന്ദം അനുഭവിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതിന് വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്നിട്ട് എന്താ അതിനെന്താ ചെയ്യുക? അവിടെ എന്താ പോവാത്തത്? അവിടെ പോവാത്തത് ഇവിടുന്ന് വിടണ്ടേ? ഇവിടുന്ന് വിട്ടാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ നിന്ന് വിട്ടാലല്ലേ വീട്ടിലുള്ള സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജയിലിൽ കിടക്കാൻ കാരണം എന്താണ്? കുറേ കർമ്മങ്ങളുണ്ട്, ചെയ്തു, അതിൻ്റെ ഫലം അനുഭവിക്കണം. ആ ഫലം അനുഭവിച്ചു കഴിഞ്ഞാലേ അവിടുന്ന് പോരാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ലോകത്ത് വീണ്ടും വീണ്ടും നമ്മൾ ഓരോ ആഗ്രഹത്തിൻ്റെ പിടിയിൽപ്പെട്ടിട്ട് ആഗ്രഹത്തിന് വേണ്ടി വീണ്ടും 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 ജനിക്കേണ്ടി വരികയാണ്. ജനിച്ചു കഴിഞ്ഞ് അതൊക്കെ അനുഭവിച്ച് പിന്നെയും പോയി അനുഭവിച്ച് കഴിയുമ്പോഴേക്കും മടുക്കുന്നതാണ്. ഇവിടെ എന്തും മടുക്കാത്ത ഒന്നുമില്ല. ഗായത്രിയുടെ 1-ാമത്തെ പാദം തത് സവിതുർ വരേണ്യം എന്നാണ്. തത് സവിതുർ വരേണ്യം, ആ സവിതാവ് തന്നെയാണ് വരേണ്യനായിട്ടുള്ള ആൾ. ശങ്കരാചാര്യർ ബൃഹദാരണ്യോപനിഷത്തിൽ ഭാഷ്യത്തിൽ എഴുതി 14 ലോകത്തിൽ എത്ര പ്രാവശ്യം ജനിച്ചാലും മരിച്ചാലും അവിടങ്ങളിലൊന്നും നമ്മളാൽ പ്രാപിക്കാൻ യോഗ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മടുക്കും എന്നർത്ഥം. ദേവലോകത്ത് സ്വർഗലോകത്ത് പോയാൽ മടുക്കും, സത്യലോകത്ത് പോയാൽ മടുക്കും, ഭൂലോകത്താണെങ്കിൽ പാരീസിലോ ഇംഗ്ലണ്ടിലോ എവിടെ പോയാലും കുറേ കഴിയുമ്പോഴേക്കും മടുക്കും. അവ മടുക്കാത്ത ഒന്നുമില്ല. അവിടെ വലിയ വലിയ കെട്ടിടം വെച്ചാൽ മടുക്കും, വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മടുക്കും, കുറേ പണം സമ്പാദിച്ചാൽ മടുക്കും. മടുക്കാത്തതായിട്ട് ഒന്നുമില്ല അവിടെ. ആകെ മടുക്കാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ. തത് സവിത് വരേണ്യം, വരേണ്യനായിട്ടുള്ള ആ സവിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമേ ഉള്ളൂ നമുക്ക് മടുക്കാത്തതെന്നാണ്. എനിക്ക് മടുക്കാതുള്ളത് ആത്മാവ് എന്നത് സുനിശ്ചിതം എന്നാണ് എൻ്റെ മലയാളം. അപ്പോൾ ഒരിക്കലും മടുക്കാത്തതായുള്ള ആത്മാവ്. അപ്പോൾ എങ്ങനെയെങ്കിലും കുട്ടികളാകുമ്പോൾ തന്നെ എന്താഗ്രഹം സാധിച്ചാലും മടുക്കും. അപ്പോൾ മടുക്കാത്ത എന്താണ്? ആത്മാവാണ് ഞാൻ എന്നുള്ള അറിവിലേക്ക് ദിവസം ഒരു 10 മിനിറ്റ് നമ്മൾ അവർക്ക് എന്തെങ്കിലും എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും മടുക്കാത്തതായിട്ടുള്ള വലിയൊരു മഹത്തായിട്ടുള്ള ഒരു
അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക. അല്ലാത്തത് നമ്മൾ എന്തായാലും അവരെന്ത് പഠിപ്പിച്ചാലും എത്ര വലിയ സ്ഥാനത്ത് എത്തിച്ചാലും ഒക്കെ അവർക്ക് മടുക്കും. മടുത്തിട്ട് മടുപ്പ് നീക്കാൻ വേണ്ടി കുറേശ്ശെ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കാൻ തുടങ്ങും. പിന്നെ അതും പോരാതെ വരുമ്പോൾ കഞ്ചാവ് മുതലായതൊക്കെ അടിക്കാൻ തുടങ്ങും. അപ്പോഴേക്ക് വീടുമായിട്ടുള്ള ബന്ധം പോയി ഈ സങ്കല്പങ്ങളൊക്കെ, അതായത് സെൻസിറ്റീവായിട്ടുള്ള ബ്രെയിനൊക്കെ അങ്ങ് മരടിച്ചു പോകും. പിന്നെ ഒന്നിനോടും ഒരു മമത ഉണ്ടാവില്ല, സമൂഹത്തിനോടും കൂറും കൃപയും ഉണ്ടാവില്ല, ഒന്നിലുമില്ല. പിന്നെ അങ്ങ് സ്വയം നശിച്ചാൽ മതി എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. അങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ എല്ലാം മടുക്കും. മടുക്കാത്ത എന്താണ്? ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ ആരായാലും ശരി ശീലിപ്പിക്കേണ്ട എന്താണ്? മടുക്കാത്ത ആത്മാവാണ് ഞാൻ എന്നുള്ള അറിവിലേക്ക് കുറേശ്ശെ സമയം ചെലവഴിച്ചിട്ട് കാലക്രമേണ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം വരും, ഒരു ഉണർവ്, ഒരു ഉന്മേഷം വരും. പ്രപഞ്ചത്തെ നോക്കുന്ന സമയത്ത് ഈശ്വരൻ്റെ സ്വരൂപമാണ് ഇതൊക്കെയെന്ന് അറിവോടുകൂടി നോക്കുന്ന സമയത്ത് ഓരോ സാധനങ്ങളും നമ്മളങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങും, നമ്മളെ ഉത്തേജിപ്പിക്കാൻ തുടങ്ങും. ഏതാവാൻ അസ്യ മഹിമ, ഇവിടെ കാണുന്നത് മുഴുവൻ അതിൻ്റെ മഹിമയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതോടുകൂടി മൂഷിപ്പുണ്ടാവില്ല, മടുപ്പുണ്ടാവില്ല. എവിടെ പോയാലും ആരെ കണ്ടാലും എന്ത് ചെയ്താലും അതൊക്കെ ഇൻസ്പിറേഷനാണ്, ഒക്കെ ഒരു ഉത്തേജകമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ളൊരു ആത്മസ്വരൂപം ആണ് നമ്മുടെ. അതിലേക്ക് എന്താ വേണ്ടതെന്നാണ്. അതിലേക്ക് വേണ്ടത് എന്താണ്? ആദ്യമായിട്ട് ഒരു ഗുരുവിന്, എന്തിനും ഒരു ഗുരു വേണമല്ലോ. ഒരു സൈക്കിൾ പഠിക്കണമെങ്കിൽ ഒരു സൈക്കിൾ ചവിട്ടാൻ ശീലമുള്ള ഒരാൾ വേണം. നീന്തൽ പഠിക്കണമെങ്കിൽ നീന്തൽക്കാരുടെ കൂടെ പോകണം. എന്ത് വേണമെങ്കിലും അതാതിൻ്റേതായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ഉപാസന വേണം. അപ്പോൾ ഒരു ഗുരുവിനെ, ഒരു ആത്മീയ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഗുരു നമ്മുടെ മനസ്സിൻ്റെ പാകത്തിനനുസരിച്ച് ഈ തത്വങ്ങളൊക്കെ വേണ്ടതുപോലെ ലളിതമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളെ മെല്ലെ 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 ഉയർത്തി കൊണ്ടുപോകും. അവസാനം നമ്മുടെ ആത്മസ്വരൂപത്തിലേക്ക് എത്തി പ്രപഞ്ചത്തിനോട് വൈരാഗ്യവും ആത്മാവിനോട് രാഗവും ഉണ്ടാകുന്ന തരത്തിലുള്ള പഠനങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും. അങ്ങനെ അധികാരി ഭേദത്തിനനുസരിച്ച് നമുക്കെല്ലാം പറഞ്ഞെന്ന് മെല്ലെ മെല്ലെ അതിൻ്റെ പ്രായോഗിക മാർഗത്തിലേക്ക് നമ്മളെ എത്തിക്കും. അങ്ങനെ കുറച്ച് സമയം ഏകാന്തതയിൽ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ബാക്കി എന്ത് ചെയ്യുന്നേക്കാളും അധികം സുഖം, ഉള്ളിലൊരു ശാന്തി അനുഭവപ്പെടുകയാണ്. ശാന്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സൊരിക്കലും അത് വിടില്ല, പിന്നെ അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കും. പിന്നെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ, ഭൗതിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉടനെ ശാന്തമായിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് ശീലിക്കും. അങ്ങനെ ശീലിച്ച് ഉള്ളിൽ ഉണർവുണ്ടാവും. ഉണർവുണ്ടായെന്ന് പറഞ്ഞാൽ മനസ്സ് ബാഹ്യലോകത്തെ വിട്ട് ശരീരത്തെ വിട്ട് മനസ്സിലെത്തി, മനസ്സിനെ വിട്ട് ബുദ്ധിയിലെത്തി. ബുദ്ധിയിൽ നിന്നും വിടുന്ന സമയത്ത് ആത്മസ്വരൂപമാണ്. പിന്നെ ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ ആനന്ദം, അകാരണമായിട്ടുള്ള ആനന്ദം. എവിടെ ഇരുന്നാലും ഒരു മുഷിപ്പില്ല, ആനന്ദം ഇങ്ങനെ അനുഭവപ്പെടുക. പിന്നെ എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും അത് മുഴുവൻ വെളിവായി കിട്ടുക, അറിവ്, ജ്ഞാനം. പിന്നെ ഭയം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. ഒരു പാമ്പ് നേരിട്ട് വരികയാണെങ്കിൽ അവിടെ ഇരിക്കും, പേടിക്കൊന്നുമില്ല. അങ്ങനെ മരണഭയം ഉണ്ടാവില്ല, ഒരു ഭയം ഉണ്ടാവില്ല. അപ്പം നിർഭയത, ജ്ഞാനം, ആനന്ദം, ഈ മൂന്നുമാണ് ആത്മാവിൻ്റെ സ്വഭാവം എന്നാണ്. അപ്പോൾ അത് കുറേശ്ശെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങും തോറും നമ്മൾ കൂടുതൽ ആ അവസ്ഥയിൽ ഇരിക്കാൻ നമ്മൾ മെനക്കെടും. അപ്പോൾ അതിനനുസരിച്ച് ഭൗതിക ലോകത്തിലുള്ള വ്യാപാരങ്ങളൊക്കെ നമ്മൾ വെട്ടിച്ചുരുക്കും. ആവശ്യം അനാവശ്യം, അത്യാവശ്യത്തിൽ ആവശ്യവും വിട്ടു, അനാവശ്യവും വിട്ടു, പിന്നെ അത്യാവശ്യം മാത്രം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയമൊക്കെ ഈ ആത്മദർശനത്തിന് വേണ്ടി ചെലവഴിക്കും. അങ്ങനെ കുറേ ഇരുന്നാൽ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലേശിച്ച് ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല എന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. ഏകാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് അധികം ശബ്ദമൊന്നുമില്ലാത്ത സ്ഥലത്ത് വെറുതെ ഇരുന്നാൽ മതി എന്നാണ്. ഇരുന്നാൽ മനസ്സിൻ്റെ സ്വഭാവമാണ് ഒരു ഗ്രാവിറ്റി, അങ്ങോട്ടൊരു ആകർഷണം. അന്തർമണ്ഡലത്തിലേക്ക് മനസ്സിനെ ആകർഷിക്കാനുള്ള അതിമഹത്തായിട്ടുള്ളൊരു ശക്തിയാണ് ആത്മാവ്. ഭൗതിക ലോകത്തിലേക്ക് എത്ര കണ്ട് ആകർഷിക്കുന്നു അതിനേക്കാളും എത്രയോ ഇരട്ടി ശക്തിയിലാണ് അകത്തേക്ക് ആകർഷിക്കുന്നത്. അപ്പം മനസ്സിന് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു പോകാം, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവാങ്ങി അകത്തേക്ക് പോകാം. ഈ അകത്തേക്ക് പോകുന്നതാണ് അന്തർമുഖപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതിലാണ് ആത്മസ്വരൂപം നമുക്ക് തെളിഞ്ഞു കിട്ടുക. ജ്ഞാനാനന്ദ സ്വാതന്ത്ര്യ സ്വരൂപം തെളിഞ്ഞു കിട്ടുന്നതോടുകൂടി ഭൗതിക ലോകത്തിൽ നിന്ന് വൈരാഗ്യം വരും. ദൃഷ്ട അനുശ്രവിക വിഷയ ദൃഷ്ടസ്യ വശീകാര സംജ്ഞ വൈരാഗ്യം പതഞ്ജലി മഹർഷി പറയുന്നു. കണ്ടതും കേട്ടതിൽ നിന്ന് പരിപൂർണമായിട്ട് വിടുതൽ പ്രാപിക്കുക, അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അതോടുകൂടി അകത്തേക്ക് കൂടുതൽ ആകർഷണം വന്നു, ബാഹ്യലോകത്തിലേക്കുള്ള വികർഷണം വന്നു. അങ്ങനെ ഈ ധർമ്മശാസ്ത്രം കഴിഞ്ഞു, അർത്ഥശാസ്ത്രം കഴിഞ്ഞു, മോക്ഷശാസ്ത്രം പറഞ്ഞു കൊടുത്തു. ഇത്രയും കഴിഞ്ഞതിന് ശേഷം പിന്നെ കാമശാസ്ത്രമാണ് ബാക്കിയുള്ളത്. അതും കൂടി ആയാലേ പരിപൂർണ്ണമാവുള്ളൂ എന്നാണ് വേദം പറയുന്നത്. അപ്പോൾ വേദവ്യാസം പറഞ്ഞു, മോനെ, എൻ്റെ മനസ്സിൻ്റെ ജ്ഞാനമണ്ഡലത്തിൽ എനിക്ക് പരിപൂർണത ഉണ്ടെന്ന് വിശ്വാസമില്ല. നിനക്കെങ്കിലും അങ്ങനെ പാടില്ല. നീയെങ്കിലും
അന്തർമണ്ഡലത്തിൽ പരിപൂർണനായിരിക്കണം, അതുകൊണ്ട് നീ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ശുഗനങ്ങ് ദേഷ്യം വന്നു. അച്ഛൻ ഇത്രയും സമയം പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, ഇതൊക്കെ വളരെയധികം വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ഈ 3 ശാസ്ത്രത്തെ അവതാളത്തിലാക്കുന്നതായുള്ള 4ാമത്തെ ഒരു ശാസ്ത്രം അതിൻ്റെ കൂടെ കലർത്തി പറയുന്നു എന്ന് പറഞ്ഞാൽ അച്ഛനിത് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല എന്നർത്ഥമാണ്. അതുകൊണ്ട് അച്ഛൻ ഇത് വേണ്ട മാതിരി ഒന്നും കൂടി മനനം ചെയ്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ അവഹേളിച്ച് സംസാരിച്ച സമയത്ത് വേദവ്യാസമുനി പെട്ടെന്ന് മനസ്സൊക്കെ മാറ്റി. ബുദ്ധിയുള്ള മാതാപിതാക്കളും ആരും തന്നെ കുട്ടികൾ അഹമ്മദി പറഞ്ഞാൽ എതിർക്കാനോ ദേഷിക്കാനോ പോകില്ല, പെട്ടെന്ന് മാറുക വേണ്ടത്. വേദവ്യാസമുനി പെട്ടെന്ന് മനസ്സ് മാറ്റിയിട്ട് പറഞ്ഞു, മോനെ ഇത്രയും ബുദ്ധിമാനായിട്ടുള്ളൊരു മകനുണ്ടായാലും ഞാൻ അഭിമാനിക്കുന്നു. നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു. എന്താണ് കാര്യം ചെയ്യേണ്ടത്? ജനകരാജാവ് എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്, അദ്ദേഹം വിദേഹമുക്തനാണെന്നാണ് പറയണത്. പക്ഷെ വിദേഹമുക്തനായിട്ടുള്ള രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നീ അവിടെ വരെ ഒന്ന് പോയി അദ്ദേഹത്തെ ജനകരാജാവിനെ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കി വന്നിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ശുഗൻ പറഞ്ഞു, അത് രാജാവ് പറയുന്നത്, രാജാവ് വെട്ടിത്തരാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രജകൾ മാത്രമേ വിശ്വസിക്കുള്ളൂ, എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അദ്ദേഹത്തെ എന്ന് പറഞ്ഞിട്ട് പോയി. നടന്ന് 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 ജനകരാജ്യത്തെത്തി, കൊട്ടാരത്തിൻ്റെ പടിവാതിലെത്തി. ഇപ്പം പാറാവുകാരൻ ചോദിച്ചു, എന്താ മോനെ, എന്താ വന്നതെന്ന് ചോദിച്ചു. എനിക്ക് രാജാവിനെ കാണണം എന്ന് പറഞ്ഞു. എന്തിനാ കാണണമെന്ന് ചോദിച്ചു. തർക്കിക്കാനാന്ന് പറഞ്ഞു. രാജാവായിട്ട് തർക്കിക്കാനാണ് വന്നെങ്കിൽ എന്നോട് തർക്കിച്ച് ജയിക്കണം, എന്നാലും ഞാൻ അകത്തേക്ക് വിടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശുഗന് സന്തോഷമാണ് തോന്നിയത്. ഞാൻ തർക്കിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് അദ്ദേഹം ഇങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. അങ്ങനെ കുറേ സമയം സംസാരിച്ചു. പാറാവുകാരൻ പറഞ്ഞു, ഈ കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, എന്ത് കേട്ടാലും ബൈഹാർട്ട് പഠിക്കും. എന്നിട്ട് ആര് ചോദിച്ചാലും തത്ത പറയുന്നവർ പറയും. എന്താണ് ഈ പഠിച്ചത്, എന്താണ് ഈ പറയുന്നത്, ഇതൊന്നും അവർക്ക് ഒരു ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് അതുപോലെയാണോ അല്ലേ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമൊക്കെ ഒരു ആഖ്യാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ശുഗൻ അത് മനോഹരമായിട്ടുള്ള ഒരു ജീവിത സംഹിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് കേട്ടപ്പോൾ പാറാവരന് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജാവിനോട് ഇപ്പോൾ പറയട്ടോ, നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് രാജാവിൻ്റെ അടുത്ത് ചെന്ന്, മഹാരാജ, അങ്ങ് ജ്ഞാനമാകുന്ന തേൻ നിറഞ്ഞിരിക്കുന്ന ഒരു പങ്കജം, ഒരു താമരയാണ്, അത് മതിയാവോളം കുടിക്കാൻ അർഹനായ ഒരു ഭ്രമരം വണ്ട് പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള സംയോഗം കണ്ട് ആസ്വദിക്കാൻ അടിയന് എത്ര നിമിഷം കാത്തിരിക്കണമെന്ന് ഉണർത്തിച്ചാലെന്ന് പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഓടി വന്ന് ഇപ്പം വിളിക്കൂട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ 1, 2, 3, 4, 5, 6, 7 ദിവസം അവിടെ നിർത്തി. 7-ാം ദിവസം രാജാവ് പറഞ്ഞു, ആരോ വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു, ഗേറ്റ് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. ഗേറ്റ് തുറന്നു കൊടുത്ത് ഗേറ്റിൻ്റെ ഉള്ളിലായി. അവിടെ 7 ദിവസം നിർത്തി. 14-ാം ദിവസം രാജാവ് പറഞ്ഞു, അന്തപുരത്ത് കൊണ്ടുപോയി അവർക്ക് സൽക്കരിക്കൊക്കെ വേണ്ടേ, ഒരാൾ വന്നാലെന്ന് പറഞ്ഞു. അങ്ങനെ അന്തപുരത്ത് കൊണ്ടുപോയി ഡാൻസ്, പാട്ട്, ഭക്ഷണങ്ങൾ എല്ലാം കൂടി ആയിട്ട് സൽക്കാരം 7 ദിവസം. 21-ാം ദിവസം മന്ത്രിയെ വിളിച്ചു. എങ്ങനെയുണ്ടാ പയ്യെന്ന് ചോദിച്ചു. മഹാരാജ പുറത്ത് 7 ദിവസം നിന്നപ്പോഴും അകത്ത് 7 ദിവസം നിന്നപ്പോഴും 7 ദിവസം അന്തപുരത്തിലിരുന്നപ്പോഴും അവനിതൊന്നും അറിയുന്നില്ല. അവൻ വേറെ എവിടെയോ ഒരു സ്ഥലത്താണ്, അവൻ്റെ ശരീരം മാത്രം അങ്ങനെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തോ ഒരു അസാധാരണമായിട്ടുള്ളൊരു കുട്ടിയാണെന്ന് പറഞ്ഞു. എന്നാൽ വിളിക്കുകയെന്ന് പറഞ്ഞു. വിളിച്ച് സദസ്സ് കൂടി, രാജസദസ്സ് കൂടി, വിദ്വൽ സദസ്സ് കൂടി. കുട്ടീനോട് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ഞാൻ വേദവ്യാസൻ്റെ പുത്രൻ ശുഗനാന്ന് പറഞ്ഞു. എന്തിനാ വന്നതെന്ന് വെച്ചു. എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ അച്ഛനൊരു സംശയം. വിദേഹമുക്തൻ എന്ന് പറഞ്ഞാൽ ദേഹാതീതമായുള്ള പ്രജ്ഞയോട് കൂടിയ ആൾ. ദേഹത്തിൽ പ്രജ്ഞയില്ല. ദേഹത്തിൽ പ്രജ്ഞയില്ലാതെ എങ്ങനെ ദേഹം കൊണ്ട് കർമ്മം ചെയ്യുക? അങ്ങ് വിദേഹമുക്തനാന്ന് പറയുകയും ചെയ്യുക, ദേഹം കൊണ്ട് പ്രവൃത്തിയും ചെയ്യുക. അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഈ ആശയം അച്ഛന് ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേച്ചാണെന്ന് പറഞ്ഞു. എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അപ്പം ജനകരാജാവ് വിദേഹമുക്തരായിട്ടുള്ള ആൾക്കാർ ഗൃഹസ്ഥാശ്രമം നടത്തിയതും രാജ്യം ഭരിച്ചതും ആധ്യാത്മികമായിട്ടുള്ള വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതൊക്കെ ശുഗബ്രഹ്മർഷി അതേ കഥകൾ തന്നെ കൊണ്ട് അദ്ദേഹത്തെ നിരാകരിച്ചു, അതൊക്കെ ഖണ്ഡിച്ച് സംസാരിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞ് ശുഗന് പറയാൻ ഒന്നുമില്ല, ബാക്കിയില്ല എന്ന് തോന്നിയപ്പോൾ ജനകരാജാവ് ഒരു ചോദ്യം ചോദിച്ചു, എത്ര വയസ്സായി എന്ന് ചോദിച്ചു. വയസ്സ് ഇത്രയായി എന്ന് പറഞ്ഞു. ഇത്രയും വയസ്സ് വരെ എന്തൊക്കെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ അനുഭവം വെച്ചിട്ടല്ലേ അങ്ങ് വിദേഹമുക്തൻ രാജ്യം ഭരിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിലെത്തിയത്. നേരെ മറിച്ച് കുറച്ചും കൂടെ കാലം
ജീവിതാനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെയാണോ പറയാനുണ്ടാവുക എന്ന് ചിന്തിക്കാനുള്ള വിവേകം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്ന നഷ്ടാത്മാവല്ലേ അങ്ങെന്ന് വെച്ചു. അത് കേട്ട സമയത്ത് ശുഗന് പിന്നൊന്നും പറയാണ്ടായില്ല. കാരണം 20-ാമത്തെ വയസ്സിൽ ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാൾ 60-ാമത്തെ വയസ്സാകുമ്പോൾ അമ്പലത്തിൽ പ്രസാദം കൊണ്ട് പോണ് കണ്ടു. എന്താ ഇതെന്ന് വെച്ചാൽ മകളെ കുട്ടിക്ക് തീരെ സുഖമില്ല, അവൾക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ജീവനാണ്, അപ്പോൾ എന്നും പ്രസാദം വേണം, അതിനു വേണ്ടി പോവാണ്. അപ്പോൾ മകളെ കുട്ടി ഉണ്ടായി, കുട്ടിയുടെ ഹാർട്ടിനൊക്കെ കുഴപ്പമെന്ന് കണ്ടതോടുകൂടി മനസ്സിൻ്റെ ജീവിതാനുഭവങ്ങൾ അയാളെ വളരെയധികം അയാളെ മനോമണ്ഡലത്തിൽ കുറേ മാറ്റങ്ങളുണ്ടാക്കി. ഈശ്വരവിശ്വാസം ഉണ്ടായി, അമ്പലത്തിലും വിശ്വാസം ഉണ്ടായി, വിഗ്രഹത്തിലും വിശ്വാസം ഉണ്ടായി, പ്രസാദത്തിലൊക്കെ വിശ്വാസം ഉണ്ടായി. അപ്പോൾ ജീവിതാനുഭവമാണ് അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെ മാറ്റി കുറിച്ചത്. അതുപോലെ കുറേയും കൂടെ ജീവിതാനുഭവം ഇത് തന്നെയാണോ പറയാനുണ്ടാവുക എന്ന് ചിന്തിക്കാനുള്ള വിവേകം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്ന നഷ്ടാത്മാവല്ല അങ്ങ് ചോദിച്ച സമയത്ത് ശുഗൻ പിന്നെ മിണ്ടാതെ. പിന്നെ ശുഗൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ വിധേയമുക്തനായുള്ള രാജാവ് ജനകരാജാവ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. കുറേ കൊടുത്തു കഴിഞ്ഞിട്ട് ശുഗൻ ചോദിച്ചു, പോകേണ്ട സമയമായപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ജനകരാജാവ് പറഞ്ഞു, അറിയപ്പെടേണ്ടതായിട്ടുള്ളൊക്കെ അറിഞ്ഞ് പരിപൂർണ്ണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ജ്ഞേയമായിട്ടുള്ള എല്ലാം അറിഞ്ഞ് പരിപൂർണ്ണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഏതുപോലെ വെച്ചാൽ കഷ്ണം നുറുക്കി സാമ്പാർ പൊടിയൊക്കെ ഇട്ട് ഉപ്പിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തീ കത്തിച്ചാൽ പിന്നെന്താ ചെയ്യേണ്ടതെന്ന്, പിന്നെ അനങ്ങാതെ ഇരിക്കുക, വിശ്രാന്തി. ഏതുവരെ? മൂക്ക് പറയും ഒരു സുഗന്ധം എന്ന് വരും. അപ്പോൾ അതിൽ ചേർത്ത എല്ലാ കഷ്ണങ്ങളും കൂടി വെന്ത് പാകപ്പെട്ട് സമന്വയം വരുന്ന സമയത്ത് അതിൻ്റെ ഒന്നിൻ്റെയും അല്ലാത്തതും പക്ഷേ എല്ലാറ്റിൻ്റെയും കൂടി ആയതായിട്ടുള്ള ഒരു സുഗന്ധം എന്ന് വരും. അതാണ് കറിയുടെ സുഗന്ധം എന്ന് പറയുന്നത്, പാകപ്പെട്ടതിൻ്റെ ലക്ഷണം. അതുപോലെ അറിയപ്പെടേണ്ടതെല്ലാം അറിഞ്ഞ് പരിപൂർണ്ണമായിരിക്കുന്ന ഒരാൾ വിശ്രാന്തമായിട്ട് കുറച്ചാൽ ഇരുന്നാൽ ഈ അറിവ് മുഴുവൻ ഉള്ളിൽ വെച്ച് പാകപ്പെട്ട് അതിൻ്റെ എല്ലാറ്റിൻ്റെയും റിസൾട്ടൻ്റായിട്ടുള്ളതായ ഒരു വിവേകം പുറത്തേക്ക് വരും. അതെങ്ങനെ? ശാന്തി സ്വരൂപമായിട്ട്, പരമശാന്ത സ്വരൂപനായിട്ട് ആയി മാറും. അതാണ് അതിൻ്റെ ഫലം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ജനകൻ പറഞ്ഞു, ജ്ഞേയമായിട്ടുള്ള എല്ലാം അറിഞ്ഞ് പരിപൂർണ്ണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് പോയി. ശുഗൻ പോയി. അങ്ങനെ കുറേ ദൂരത്തുനിന്ന് ശുഗൻ ഇങ്ങനെ വരുന്നു കണ്ടു വേദവ്യാസമുനി. ആ കൈവീശെന്ന് കണ്ടപ്പോൾ മനസ്സിലായി അഹങ്കാരത്തിൻ്റെ ആണിവേര് അദ്ദേഹം പറിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ വന്ന് വേദവ്യാസൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. വേണ്ട കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ അച്ഛനെ സഹായിച്ചുകൊണ്ട് കുറേ കാലം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ പീവരി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിട്ട് കണ്ടുമുട്ടിയ സമയത്ത്, തമ്മിൽ കണ്ട സമയത്ത് എത്രയോ കഴിഞ്ഞ കാലാനുഭവങ്ങളിലെ ഒന്നിച്ചുള്ള കർമ്മത്തിൻ്റെ ചുരുളഴിഞ്ഞിങ്ങനെ അനുഭവത്തിൽ വരുന്ന മാതിരി തോന്നി. എത്രയോ ഒന്നിച്ച് കർമ്മം ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അന്നുള്ളതായ സഹമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ എന്തൊക്കെയോ ഇനിയും ബാക്കിയുള്ള മാതിരിയൊക്കെ തോന്നുകയാണ്. അങ്ങനെ ഒരു ആകർഷണം തോന്നി. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്നു. ആദ്യം കല്യാണം എന്ന് പറഞ്ഞ സമയത്ത് ദേഷ്യപ്പെട്ടതായ അദ്ദേഹം കല്യാണത്തിന് തന്നെ അച്ഛൻ്റെ അടുത്ത് തന്നെ വന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 4 മക്കളുണ്ടായി. പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു ആൺകുട്ടി സന്യാസിയായി പോയി. അങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളും നേരാക്കിയതിന് ശേഷം ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു എന്നുള്ളൊരു തോന്നലും അദ്ദേഹത്തിന് വന്നു. അപ്പോൾ ജനകൻ്റെ ഉപദേശം ഓർമ്മ വന്നു. അറിയപ്പെടേണ്ടതായിട്ടുള്ളൊക്കെ അറിഞ്ഞ് പരിപൂർണ്ണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞത് ഓർമ്മ വന്നു. അങ്ങനെ ഇനി വിശ്രാന്തിയെ വേണ്ടു എന്ന് പറഞ്ഞ് ഹിമാലയത്തിലേക്ക് കയറിപ്പോയി. അവിടെ ഒരു സുഖാസനത്തിലിരുന്ന് മനസ്സിനെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരുന്ന സമയത്ത് മനസ്സ് ബാഹ്യലോകത്തെ വിട്ട് ശരീരത്തിൽ നിന്ന് വിട്ട് മനസ്സിലെത്തി, മനസ്സിൽ നിന്ന് വിട്ട് ബുദ്ധിയിലെത്തി, ബുദ്ധിയിൽ നിന്നും വിട്ട സമയത്ത് ആനന്ദസ്വരൂപമായിട്ടുള്ള പ്രകാശസ്വരൂപമായിട്ടുള്ള ആത്മാസ്വരൂപമാണ് ഞാൻ എന്നുള്ള അവസ്ഥയിലെത്തി. ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയഭ്യ പരമന മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ വരദസ്വ സഹ എന്ന് ഗീതയിൽ പറയുന്ന ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം പോലെയാണ് ഭാഗവതം. അങ്ങനെ ആ അവസ്ഥയിലെത്തി അദ്ദേഹം ശരീരം വിട്ടിട്ട് പ്രകാശസ്വരൂപിയായിട്ട് ആകാശത്തേക്ക് പൊന്തി. ശരീരം വിട്ടോടുകൂടി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് വേദവ്യാസമുനി ഓടി വന്ന് നെഞ്ഞത്തടിച്ച് കരഞ്ഞു. പൊട്ടിക്കരഞ്ഞ സമയത്ത് അവിടെ ഗുഹകളിൽ തപസ് ചെയ്തിരുന്നതായുള്ള മഹർഷിമാരൊക്കെ ഓടി വന്നു നോക്കി. എന്താണ്? പുത്രവിയോഗത്തിൽ വിലപിക്കുന്ന വേദവ്യാസമുനിയാണ് കണ്ടത്. അപ്പോൾ അവർക്ക് തോന്നി 1,25,000 ശ്ലോകങ്ങൾ കൊണ്ട് എഴുതിയതായ മഹാഭാരതത്തിൽ ഞങ്ങളെ പറഞ്ഞറിയിക്കാൻ ബാക്കിയുള്ളത് അദ്ദേഹം നേരിട്ട് അനുഭവിപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ അറിവ് പൂർണ്ണമാക്കുകയാണെന്നുള്ള ഭാവത്തോടു കൂടി അവരെല്ലാം തിരിച്ച് ഗുഹയിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം ശുഗമഹർഷിയെ സമാധി അടക്കം ചെയ്യാന്ന് ഒരു യോഗി അടക്കം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മുക്കോണത്തിലൊരു കുഴി കുഴിച്ച് അതിലല്പം ഭസ്മിട്ട് അതിൽ ഇരുത്തി
തലയിൽ ഒരു കുടുക്കട്ട് കമിഴ്ത്തി ബാക്കിയുള്ള ഭാഗത്ത് മുഴുവനും ഭസ്മം നിറച്ച് ഒരു സ്ലാബിട്ട് മൂടും. അങ്ങനെയുള്ള സ്ലാബുകളൊക്കെ കാണാം ഹിമാലയത്തിൽ പല സ്ഥലത്തും. ഹിമാലയത്തിൽ സന്യാസിമാരെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, വയ്യാതായി കഴിഞ്ഞാൽ തീരെ വയ്യ, ഇനിയിപ്പോൾ ഇങ്ങോട്ടില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആശ്രമത്തിലൊരു മൂലയ്ക്ക് ഒരു കമ്പിളി ഇട്ടിട്ട് അവിടെ ഇരിക്കും, ചാരിയിരിക്കും. ഇരുന്നിങ്ങനെ കുറേ കഴിഞ്ഞ് ഇപ്പോൾ മറ്റുള്ളവരൊക്കെ ചെന്നിട്ട് നോക്കും ശ്വാസം ഉണ്ടോ ഇല്ലേന്ന്. ശ്വാസം ഇല്ലാതായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 4 ഭാഗത്തും ഈ കമ്പിളി പിടിച്ചിട്ട് കുഴീൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കിയിട്ട് അതുകൊണ്ട് തന്നെ മൂടിയിട്ട് മേലെ സ്ലാബ് വെക്കും. അങ്ങനെ ധനികരായിട്ടുള്ള ആൾക്കാർ അത്തരം ആശ്രമങ്ങളുടെ അടുത്ത് കുഴി കുഴിച്ച് അവിടെ സ്ലാബൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ഭസ്മൊക്കെ എത്തിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ സമാധി അടക്കം ചെയ്യുക. അങ്ങനെ ശുഗൻ്റെ സമാധി അടക്കം ചെയ്തതിന് ശേഷം വേദവ്യാസന് യാതൊരു രക്ഷയില്ലാതായി. ഇത്രയധികം അറിവുണ്ടായിട്ട് പോലും യാതൊരു രക്ഷയില്ല. അദ്ദേഹം സഹിക്കാൻ പറ്റുന്നില്ല. ആശ്രമത്തിലേക്ക് ഓടിയപ്പോൾ പൈലനും വൈശമ്പായനും സുമന്തും ഒക്കെ പഠിപ്പ് കഴിഞ്ഞ് പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നിവൃത്തിയില്ലാതിരുന്ന സമയത്ത് അമ്മയെ ഓർമ്മ വന്നു. അമ്മ പണ്ട് പോരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് എപ്പോഴെങ്കിലും എൻ്റെ ആവശ്യം തോന്നുകയാണെങ്കിൽ ഞാനിവിടെ ഈ നദീതീരത്ത് പർണശാല കെട്ടി ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങോട്ട് ഓടിയിട്ട് അമ്മയുടെ മടിയിൽ കമിഴ്ന്നടിച്ച് വീണു, കരഞ്ഞു, തേങ്ങി കരഞ്ഞു. അമ്മ പുറത്തിങ്ങനെ തലപൊടി കൊണ്ട് പറഞ്ഞു, മോനെ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി, ആ തോന്നിയതൊക്കെ നീ ശാസ്ത്രമായിട്ട് എഴുതി. പക്ഷെ ആ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ മനസ്സിൽ തോന്നിയതല്ലേ നീ എഴുതിയത്, അതുകൊണ്ട് വല്ല പ്രയോജനം നിനക്കുണ്ടായ? പുത്രവിയോഗത്തിൽ നിന്നെ സഹായിക്കാൻ നിന്റെ ശാസ്ത്രം ഏതെങ്കിലും സഹായിച്ചോ? ഒന്നുമില്ല. ഈ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും എഴുതാനും പറ്റില്ല, പറയാനും പറ്റില്ല. പറയാൻ പറ്റുകയാണെങ്കിൽ 3 വാചകങ്ങൾ പറയാം. എന്താ ഇതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ എന്ന് പറയാം. എന്തിനാ ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെയോ എന്ന് പറയാം. എങ്ങനെയാ ഇപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെയോ എന്ന് പറയാം. അപ്പം എന്തൊക്കെയോ, എന്തിനൊക്കെയോ, എങ്ങനെയൊക്കെയോ എന്ന് 3 വാചകം ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറം ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. പറയുന്നതും എഴുതുന്നതൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നലുകൾ മാത്രമാണ്. അതുകൊണ്ട് ഏതോ ഒരു മഹത്തായുള്ള ഒരു ശക്തിയുടെ അനന്തവിലാസങ്ങളാണ് ഇതൊക്കെ എന്നുള്ള വിശ്വാസത്തോടു കൂടി നിവൃത്തിയില്ലാത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ പോവുക. ഇത് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ, വേറൊന്നും നമുക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ പുറത്തിങ്ങനെ തലോടിയപ്പോൾ വേദവ്യാസന് അല്പം ഒരു സമാധാനം തോന്നിയെന്നാണ്. അപ്പം ഇങ്ങനെയുള്ള സമാധാനത്തിൻ്റെതായുള്ള ഭാഷകളാണ് ഇപ്പോൾ അമൃതാനന്ദമയി അമ്മയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. വളരെ ലളിതമായുള്ള ഭാഷയിൽ, ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ വ്യക്തമാക്കും. അത് നോക്കുമ്പോൾ ഉപനിഷത്തിലെ വലിയ വലിയ തത്വങ്ങളായിരിക്കും അവർ ഈ ലളിതമായ ഭാഷയിൽ നമ്മുടെ നാടൻ ശൈലിയിൽ പറയുന്നത്. അപ്പം അങ്ങനെ വേദവ്യാസ മഹർഷിയുടെ അമ്മയുടെ ഇതൊക്കെ ഇങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ ശുഗബ്രഹ്മർഷി ശരീരം വിട്ടതിന് ശേഷം പ്രകാശസ്വരൂപിയായിട്ട് ആകാശത്തിൽ ഇങ്ങനെ ഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് അസാധാരണമായിട്ടുള്ള ഒരു കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ട സമയത്ത് ആ കരച്ചിലിനൊരു പ്രത്യേക ഗുണമുണ്ട്. അതായത് ഈ കരയുന്ന ആളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഏൽക്കും എന്നൊരു തോന്നലുണ്ടാവും. കുട്ടികൾ കരയുന്ന കേട്ടാൽ അമ്മമാർ സാരില്ല, കള്ളക്കരച്ചിലാണോ അല്ലേ എന്നൊക്കെ അമ്മമാർക്ക് അറിയാം. ചില കരച്ചിൽ കേട്ടാൽ അപ്പം അമ്മ കയ്യിലൊക്കെ വലിച്ചെറിഞ്ഞ് ഓടിച്ചെല്ലും. കാരണം കാര്യമായിട്ടുള്ള എന്തെങ്കിലും പറ്റിയിട്ടുള്ള കരച്ചിലായിരിക്കും. അപ്പം അതുപോലെ ഈ കരച്ചിൽ കേട്ട സ്ഥലത്ത് ശുഗബ്രഹ്മർഷി പ്രത്യക്ഷനായി. അപ്പം എന്താണ്? പരീക്ഷിത് രാജാവ് ദേവലോകത്തൊക്കെ പോയിട്ട് ദേവന്മാരൊക്കെ യുദ്ധത്തിൽ സഹായിക്കുന്നൊക്കെ ആളാണ്. അപ്പോൾ ഒരിക്കൽ കാട്ടിക്കൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് വെള്ളത്തിന് ദാഹം വന്നു. വെള്ളം നോക്കി നടക്കുമ്പോൾ ശമീക മഹർഷി ഇങ്ങനെ തപസ് ചെയ്യുന്നതായി കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വെള്ളമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണ്. ചോദിച്ചപ്പോൾ മഹർഷി സമാധിയിലായിരുന്നു. സമാധിയിലായതുകൊണ്ട് ബാഹ്യപ്രജ്ഞയൊന്നും ഇല്ലായിരുന്നില്ല, ഒന്നും കേട്ടില്ല. അദ്ദേഹത്തിൻ്റെ രാജാവല്ലേ, രജോ ഗുണത്തിൻ്റെ അവകാശിയാണ്. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അടുത്ത് നോക്കുമ്പോൾ ഒരു ചത്ത പാമ്പുണ്ടായിരുന്നു. ശിവൻ്റെ മാതിരി ഇങ്ങനെ ഇരിക്കുകയല്ലേ, പൂർണ്ണമായിക്കോട്ടെ എന്ന് വെച്ചാൽ ആ പാമ്പിനെടുത്ത് കഴുത്തിലിട്ടിട്ട് അങ്ങ് പോവുകയും ചെയ്തു. പോയി ഏതാനും അടി പോയപ്പോഴേക്കും അദ്ദേഹത്തിന് കുറ്റബോധം വന്നു. അയ്യോ, ഞാൻ ചെയ്ത് ശരിയായില്ല, ഒരു സമാധിയിലിരിക്കുന്ന ഒരാളുടെ കഴുത്തിൽ ചത്ത പാമ്പിനിടുക, എന്തേ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നിയത്. അങ്ങനെ ആകെ സങ്കടമായി കുറ്റബോധത്തോടു കൂടി പോയി അങ്ങനെ കൊട്ടാരത്തിലെത്തി. അവിടെ അതെ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഈ വിഷമം തീരുന്നില്ല. ഓരോ നിമിഷം കഴിയുന്തോറും കൂടി വരിക ഈ അവിവേകം. എങ്ങനെ എനിക്ക് ഈ അവിവേകം തോന്നിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. മഹർഷിയുടെ കുമാരൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പ് കിടക്കുന്ന കണ്ടു. ഉടനെ അദ്ദേഹത്തിന് കോപം വന്നു. ഇതാരാ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് 7ാമത്തെ ദിവസം അയാൾ പാമ്പ് കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കുകയാണ്. ഈ ശാപം കേട്ടുകൊണ്ടാണ് ശബീക മഹർഷി പെട്ടെന്ന് ഉണർന്നത്. അയ്യോ മോനെ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം വളരെയധികം ദേവന്മാരൊക്കെ സഹായിക്കുന്ന ആളാണ്, വലിയൊരു സംസ്കാരത്തിൻ്റെ ഉടമയാണ്.
അദ്ദേഹം രാജാവല്ലേ, അദ്ദേഹത്തിന് പെട്ടെന്ന് കോപം വരിക എന്നുള്ളതൊക്കെ സാധാരണയാണ്. പക്ഷേ നമ്മൾ ഈ ചമതമാദികളൊക്കെ ശീലിക്കുന്ന നമുക്ക് നമ്മളെ സ്വഭാവമല്ലേ കാണിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നീ ശപിച്ചത് ശരിയായില്ല, ശപിച്ച സ്ഥിതിക്ക് അത് കേൾക്കാതിരിക്കില്ല. അതുകൊണ്ട് നീ വേഗം ചെന്നിട്ട് രാജാവിനെ അറിയിക്കുക ഇങ്ങനെ ശാപമുണ്ടെന്ന്. പരിഹാരം എന്താ വെച്ചാൽ അദ്ദേഹം ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മുനികുമാരൻ രാജാവ് കുറ്റബോധത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് മുനികുമാരൻ വന്നിട്ട് ഇതും കൂടി പറഞ്ഞു, 7-ാം ദിവസം മരണമാണ്. അത് കുറ്റബോധമായി, ഭയമായി. ഭയവും കുറ്റബോധവും, അതായത് ഫിയർ കോംപ്ലക്സ് ആൻഡ് ഗിൽറ്റി കോൺഷ്യസ്, ഇത് രണ്ടുമാണ് മനുഷ്യൻ്റെ ഏറ്റവും ദൈവത്തിൽ നിന്ന് ഏറ്റവും അധികം അകത്തിക്കളയുന്ന 2 വസ്തുക്കൾ എന്നാണ് പറയുന്നത്. ബുദ്ധിയുടെ പ്രവർത്തനം മുഴുവൻ മന്ദീഭവിപ്പിക്കുന്ന 2 കുറ്റബോധവും ഭയവും. അതുകൊണ്ട് ബാക്കിയുള്ളവരെ, ഇപ്പോൾ കുട്ടികളെ അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസർമാരെ ചീത്ത പറയുകയാണെങ്കിൽ, അവർക്ക് കുറ്റബോധം ഭയം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ 60% വർക്ക് എഫിഷ്യൻസി ഡ്രെയിൻ ചെയ്ത് പോകും. പിന്നെ 40% ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. കുട്ടികളെ അതേമാതിരി തന്നെ ഭയപ്പെടുത്തുകയോ കുറ്റബോധത്തിലേക്ക് നയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ കഴിവൊക്കെ നഷ്ടപ്പെടും. ഒരു 40% ഉണ്ടാവുള്ളൂ പിന്നെ ബുദ്ധിശക്തിയൊക്കെ കർമ്മശേഷിയൊക്കെ. അപ്പം അങ്ങനെ വന്ന് വിവരം പറഞ്ഞ ഉടനെ രാജാവ് എന്ത് ചെയ്തു? പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ചു. പ്രായോപവേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിമലാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു തന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാകുമ്പോൾ നെട്ടേ ആശ്രമത്തിൽ വിമലാനന്ദ സ്വാമി എന്നൊരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹത്തെ എല്ലാ ഞായറാഴ്ചയും ഞാൻ കാണാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ട്രാൻസ്ഫറായിട്ട് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. പോണ സമയത്ത് സ്വാമിയെ കാണാൻ പോയി. സ്വാമി പറഞ്ഞു, ഒരു കാര്യം കൂടി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഈ പ്രായോപവേശം എന്താണെന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ, എന്നെക്കൊണ്ട് ലോകത്തിന് യാതൊരു ഗുണവും ഇല്ല, ലോകത്തെ കൊണ്ട് എനിക്കും യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പരിപൂർണ ബോധ്യം വന്നാൽ പിന്നെ പ്രായോപവേശത്തിനുള്ള യോഗ്യതയായി എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ പ്രായോപവേശം ചെയ്യുക? ആദ്യം വയറിളക്കാൻ മരുന്ന് കഴിക്കുക. വയറിളക്കാൻ മരുന്ന് കഴിച്ചിട്ട് വയറൊക്കെ ശുദ്ധമായി എന്ന് കണ്ടതിന് ശേഷം കുളി കഴിഞ്ഞ് വെള്ളവസ്ത്രം ധരിച്ച് ഒരു കുപ്പിയിൽ നിറയെ വെള്ളം, അതിൽ ഒരു നുള്ള് ഉപ്പിടുക, അതും കൈ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക. ഇരുന്നിട്ട് എന്താണോ സാധന അനുസരിച്ചിരുന്നത്, അതായത് പ്രാണായാമാണോ പിന്നെ മന്ത്രോപദേശമാണോ ആധാരധ്യാനമാണോ എന്താണെന്ന് വെച്ചാൽ അത് തുടർന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഓരോ തുള്ളി ഈ വെള്ളം കുടിക്കുക, ഉപ്പുവെള്ളം ഓരോ സിപ്പായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 2-3-4 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളെ ശരീരശേഷി ഇങ്ങനെ കുറഞ്ഞ് വയ്യാതെയാവും. കുറേ കഴിയുമ്പോൾ നമുക്ക് ബോധമില്ലാതെ കഴിഞ്ഞ് പിന്നെ ഒന്നും അറിയണ്ട. പിന്നെ ഗ്ലൂക്കോസ് ഇല്ലാതെ തലച്ചോറ് പ്രവർത്തനം ഇല്ലാതായിട്ട് അങ്ങ് മരിക്കും. അതാണ് ഈ പ്രായോപവേശം എന്ന് പറഞ്ഞാൽ. അത് ആത്മഹത്യയിൽ പെടില്ല എന്നാണ് പറയുന്നത്. ആത്മഹത്യയുടെ പാപം ഇതിൽ പ്രായോപവേശത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാകുമ്പോൾ അവിടെ തന്നെ ഒരു ജഡ്ജിയുടെ ഭാര്യ പ്രായോപവേശം ചെയ്തു. മക്കളൊക്കെ ഓടിച്ചെന്ന് പറഞ്ഞു, അമ്മ ഇപ്പം അങ്ങനെ ചെയ്യരുത്, മരിക്കരുത്, കണ്ടുകൊണ്ട് മരിക്കല്ലേ, അങ്ങനെ ഞങ്ങൾക്ക് സഹിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. അവരങ്ങനെ പ്രായോപവേശത്തിൽ പോയി. എനിക്കൊന്നുമില്ല, എൻ്റെ കർമ്മങ്ങളൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ചിലവരങ്ങനെ വിവേകികളായിട്ടുള്ള ആൾക്കാർ ജീവിതത്തെ ശരിക്കും വിലയിരുത്തിയിട്ട് ഓരോ ഘട്ടങ്ങളിലും എന്താണ് ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവസാന ഘട്ടത്തിൽ എന്താ വേണ്ടത് അതൊക്കെ ചെയ്യും. അങ്ങനെ പ്രായോപവേശം ചെയ്തു പരീക്ഷിത്ത്. പ്രായോപവേശം ചെയ്തിട്ട് പണ്ഡിതന്മാരെ വരുത്തിയിട്ട് പറഞ്ഞു, സമയമില്ല, 7 ദിവസം മാത്രമേ ഉള്ളൂ ആയുസ്, അതിൻ്റെ ഇടയ്ക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, യാതൊരു രക്ഷയില്ല, അവരവരുടെ കർമ്മഫലം അവരവർ തന്നെ അനുഭവിച്ചേ പറ്റുള്ളൂ. അവതാര പുരുഷന്മാരായാലും ആരായാലും ശരി, സ്വന്തം കർമ്മം അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് ഒഴിവാക്കാൻ യാതൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് മേലോട്ട് നോക്കിയിട്ട് എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞത്. ആ കരഞ്ഞ സമയത്താണ് ശുഗബ്രഹ്മർഷി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഇത്രയും യോഗ്യനായിട്ടുള്ള ഒരാൾ മുഖത്ത് നോക്കി ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞപ്പോൾ പരീക്ഷത്തിന് വളരെയധികം സന്തോഷമായി, ആശ്വാസമായി. കാരണം ഇത്രയും മഹാനായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ അത് ഏൽക്കാതിരിക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, തുടങ്ങാണ്. മുഖവുരായിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ശുഗൻ പറഞ്ഞു, അല്ലയോ മഹാരാജ, അങ്ങ് വിചാരിക്കുന്ന എന്താണ്? ഞാൻ ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടു. അതിൻ്റെ ഫലമായിട്ട് 7-ാം ദിവസം ശാപഫലമായിട്ട് പാമ്പ് വന്ന് എന്നെ കൊത്തും, ഞാൻ ചാവും. ഇതല്ലേ ഇപ്പോൾ ധരിച്ചിരിക്കുന്നു. ഈ ധാരണയിൽ അല്പം ഒരു മാറ്റം വരുത്തിയേ വേണ്ടൂ, എന്നാൽ അങ്ങയുടെ ഈ മരണഭയമൊക്കെ ഇല്ലാതെയാവുന്നു. അത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അതായത് ഞാൻ ചത്തപാമ്പിനെ ശമീക മഹർഷിയിലിട്ടു. ഈ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന? അങ്ങ് ശരീരം മനസ്സുമാണ് ആ കർമ്മം ചെയ്തത്. വാസ്തവത്തിൽ അങ്ങ് ശരീരമാണോ മനസ്സാണോ? ശരീരമല്ല മനസ്സുമല്ല. അപ്പം അങ്ങ് എന്താണോ അല്ലാത്തത് അതാണ് ഞാൻ എന്ന ധാരണയിലാണ് ഇപ്പോൾ ഈ ദുഃഖം അങ്ങക്കുള്ളത്.
അതുപോലെ പാമ്പ് വന്ന് കൊത്തുന്ന ഏതിനെ? ശരീരത്തെയാണ്. ശരീരം മനസ്സുമാണ് അത് അനുഭവിക്കുന്നത്. അപ്പോൾ കർമ്മഫലം. അപ്പോൾ കർമ്മം ചെയ്യുന്നതിനും കർമ്മഫലം അനുഭവിക്കുന്നതിനും സാക്ഷി മാത്രമാണ് അങ്ങ് കർമ്മം ചെയ്യുന്നില്ല, കർമ്മഫലം അനുഭവിക്കുന്നുമില്ല. രണ്ടിനും സാക്ഷി മാത്രമാണ്. പക്ഷേ അങ്ങിപ്പോൾ വിചാരിക്കുന്നു ഞാൻ ശരീരം മനസ്സുമാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇപ്പോൾ ഈ ദുഃഖത്തിന് കാരണം, ഭയത്തിനും ദുഃഖത്തിനൊക്കെ കാരണം. അതുകൊണ്ട് അങ്ങ് ശരീരമല്ല മനസ്സുമല്ല ആത്മാവാണ്. ആ ബോധം അങ്ങക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുഃഖം പോയി, ഈ ഭയവും പോയി. അതുകൊണ്ട് ആ ബോധം തെളിയിക്കാൻ നമുക്ക് ചെറിയൊരു സത്സംഗാവാന്ന് പറഞ്ഞിട്ട് രാവിലെ സൂര്യോദയം മുതൽക്ക് വൈകുന്നേരം സൂര്യാസ്തമയം വരെ അഹസ് പകൽ സപ്താഹം, അപ്പോൾ 7 പകലുകൊണ്ട് ഇത് പറയാൻ തുടങ്ങി. ആദ്യം പറയാൻ തുടങ്ങി എന്താണ്? പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമല്ല അങ്ങ്, അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നതാണ് ഈ ശരീരം. ആ ശരീരം അല്ല അങ്ങ്, അതിൻ്റെ മോഡിഫിക്കേഷൻസാണ് ഈ ഇന്ദ്രിയങ്ങളും അല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്. പിന്നത്തെ കഥകളെ കൊണ്ട് ശരീരം മനസ്സാണ്, മനസ്സും അല്ല എന്ന് തെളിയിക്കുകയാണ്. പിന്നെ ബുദ്ധിയല്ല എന്ന് തെളിയിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്ന് തെളിയിച്ചു അവസാനം ആത്മാവാന്ന് തനിയും തെളിയാണ്. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആത്മാവാന്ന് തെളിഞ്ഞതോടുകൂടി ആത്മാവ് കർമ്മം ചെയ്യുന്നില്ല, കർമ്മഫലം അനുഭവിക്കുന്നില്ല എന്നുള്ള പരിപൂർണ്ണ ബോധോദയം അദ്ദേഹത്തിനുണ്ടായി. ഈ പ്രപഞ്ചത്തിലൊന്നിനും സാക്ഷിയല്ലാതെ ഒന്നിലും കക്ഷിയല്ല ആത്മാവ് എന്ന് പരിപൂർണ്ണ ബോധ്യം വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭയം പോയി. കാരണം ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധം അദ്ദേഹത്തിന് തനിയുണ്ടായി. ഈ ശ്രവണമാത്രാൽ ഉണ്ടായി എന്നർത്ഥം. ഉണ്ടായതോടുകൂടി അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായില്ല, ഭയം ഉണ്ടായില്ല. കാരണം ഞാൻ ചത്ത പാമ്പിനെ മഹർഷിയുടെ ഇതിലിട്ടിട്ടില്ല, അത് ശരീരം മനസ്സുമാണ് ചെയ്ത്. 7-ാം ദിവസം പാമ്പ് വന്ന് കടിക്കുന്നത് എന്നെയല്ല, മനസ്സിനാണ് അത് ബാധകമാകുന്നത്. അതുകൊണ്ട് എനിക്കിതൊന്നും ബാധകമല്ല, ഞാൻ പരിപൂർണ്ണ മുക്തനാണ്. അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുത്വാച സർവത്ര സർവേന്ദ്രിയാണാം നജാസംഗതോ നൈവ മുക്തിർണമേയസ്ഥിതാനന്ദരൂപ ശിവം എന്നുള്ള അവസ്ഥയിൽ അത് എത്തുക ചെയ്യുന്നു. ശുഗമഹർഷിയുടെ വാക്കിൽ നിന്ന് ശ്രവണമാത്രാൽ ആത്മബോധം ഉണർന്ന് ഭയത്തിൽ നിന്ന് കുറ്റബോധത്തിൽ നിന്ന് പരിപൂർണ്ണ മുക്തനായി ഒരു സാക്ഷി മാത്രം, സർവസാക്ഷി മാത്രമാണ്. കർമ്മത്തിനും കർമ്മഫലത്തിനും എന്നെ ബാധിക്കാൻ സാധ്യമല്ല. അതിൻ്റെയൊക്കെ അധ്യക്ഷനായിട്ട് വെറും സാക്ഷി മാത്രമായിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത്. ആത്മാവാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണ്, ജ്ഞാനം ആനന്ദം സ്വാതന്ത്ര്യം, ഇതാണ് എൻ്റെ സ്വരൂപം എന്നൊക്കെ അദ്ദേഹത്തിന് ബോധ്യം വരികയാണ്. ബോധ്യം വന്നതോടുകൂടി എല്ലാം കഴിഞ്ഞ് ശുഗമഹർഷി പോയതിൻ്റെ ശേഷം പാമ്പ് വരുന്നു, കൊത്തുന്നു, ഒരു സിനിമ കാണുന്ന മാതിരി വിനോദത്തോടു കൂടി അദ്ദേഹം നോക്കി നിൽക്കുന്നു. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മഹാഭാരതവും രാമായണവും 2 കണ്ണുകൾ, മൂന്നാമത്തെ കണ്ണ് ജ്ഞാനദൃഷ്ടി ഭാഗവതം എന്നാണല്ലോ പറയാറ്. ആ ഭാഗവതം കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് ആത്മബോധോദയം ഉണ്ടായി പ്രപഞ്ചത്തെ സംബന്ധിച്ച സകല ഭയവും കുറ്റബോധവും പോയി എന്നർത്ഥം. പോയതോടുകൂടി നമ്മൾ നിത്യമുക്തരായി മാറുകയാണ്. അങ്ങനെ അത്യത്ഭുതകരമായ ഒരവസ്ഥയിലേക്ക് ശ്രവണമാത്രാൽ എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും മഹത്തരായുള്ള ഒരു ഗ്രന്ഥമാണ് ഭാഗവതം എന്നാണ്. അതുകൊണ്ട് ആരാണോ ഭാഗവതം കുറേശ്ശെ ദിവസവും വായിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്, അവർക്ക് അധികകാലം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ സകല വികാരങ്ങളിൽ നിന്ന് വിമുക്തി കിട്ടി അവർ നിത്യമുക്തരായിട്ട് പ്രപഞ്ച സംവിധാനം, അതായത് ഈശ്വരൻ്റെ അനന്തവിലാസങ്ങൾ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുകയാണ്. ജന്മം കൊണ്ട് ഉദ്ദേശം അതാണ്. എന്തിനാണ് സൃഷ്ടി എന്ന് ചോദിച്ച സമയത്ത് അനന്തശൂന്യ വിസ്തൃതിയിൽ അന്തർലീനമായിട്ടുള്ള അനന്ത വൈഭവങ്ങളെ ചലനങ്ങളിലൂടെ പ്രകടമാക്കി കണ്ട് രസിക്കാനുള്ള ആത്മാവിൻ്റെ തന്നെ പദ്ധതി എന്നാണ്. അപ്പോൾ അത് നിരവധി ജന്മങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിലെ അനന്ത മഹിമകളെ കണ്ട് രസിച്ച് അവസാനം സ്വാനുഭവത്തിലേക്ക് തിരിച്ചു പോവുക. സ്വാനുഭവത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാധ്യമം ഏതാണെന്ന് വെച്ചാൽ ഭാഗവതമാണ്, ശ്രവണം. ഹിമാലയം കാണണം, ഗംഗയെ കുളിക്കണം, മഹാഭാരതം വായിക്കണം, ഗീത പഠിക്കണം, ഭാഗവതം കേൾക്കണം. ഇങ്ങനെ 5 എണ്ണമാണ് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ പറയാറുള്ളത്. ഭാരതത്തിൽ ജനിച്ചാലുള്ള 5 ഭാഗ്യം ഇതാണ്. ഹിമാലയം കാണുക, ഗംഗയിൽ കുളിക്കുക, മഹാഭാരതം വായിക്കുക, ഗീത പഠിക്കുക, ഭാഗവതം കേൾക്കുക. ഇതാണ്. അപ്പോൾ ഭാഗവതം കേൾക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഭാഗവത സപ്താഹം. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഓരോ കൊല്ലം കഴിയുന്തോറും കൂടുതലായി വരുന്നുണ്ട്. ഭാഗവത സപ്താഹം നടത്തുന്ന ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്, കേൾക്കാനുള്ളവരും കൂടുതൽ വരുന്നുണ്ട്. ഇതിൽ സഹകരിക്കാനും എല്ലാ തരത്തിലും സഹായം ചെയ്യാനൊക്കെ ആളുകൾ വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട്. എന്താ കാരണം? കേൾക്കുന്ന മാത്രയിൽ നമ്മളറിയാതെ നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു അയവ് വരുന്നുണ്ട്, ഒരു സ്വാതന്ത്ര്യം നമുക്ക് വരുന്നുണ്ട്. അതാണ് ഈ ശ്രവണം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള മഹാത്മ്യം. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ
സ്വാമിജി ഒരു അവതാര പുരുഷനാണ്. ഉമാനന്ദ സ്വാമിജി രാവിലെ അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ പോകുന്ന സമയത്ത് അവർ രാവിലെ ഇത് സ്വാമിജിയുടെ പ്രഭാഷണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടിയൊക്കെ. അത് കേൾക്കുന്ന സമയത്ത് എത്രയോ മെച്ചുറായിട്ടുള്ള വാക്കുകളാണ്, വളരെയധികം പാകം വന്നതായിട്ടുള്ള ഒരു മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. പ്രൗഢമായിട്ടുള്ള വേദാന്ത തത്വങ്ങളെ വളരെ മനോഹരമായിട്ട്, വളരെ അതോറിറ്റേറ്റീവായിട്ട്, വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ് നമ്മളെ കൊച്ചു കുട്ടികൾക്ക് അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന മാതിരി കേൾക്കുന്നില്ലേ കൂട്ടരെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. നിങ്ങൾ കേൾക്കുന്നില്ലേ കൂട്ടരെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അതായത് നമ്മളെ ശ്രദ്ധയെ പിടിച്ചു നിർത്തിയിട്ട് വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതായത് മൂത്ത് പഴുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഈ സമൂഹമാകുന്ന ഈ ഗാർഡനിൽ, ഈ പൂന്തോപ്പിൽ മൂത്ത് പഴുത്തതായ പഴങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിൽപ്പെട്ട ഒന്നാണ് സ്വാമിജി. എത്രയോ കാലത്തെ ഗുരു സേവ കൊണ്ട് പക്വത വന്ന് പഠനം നടത്തി, പഠനത്തിൽ നിന്ന് മനസ്സിനും യോഗ്യത നേടി, ധ്യാനം സാധന ചെയ്ത് അനുഭൂതി വന്നു. അതിൻ്റെ ശേഷം നമ്മളോട് പറഞ്ഞു തരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ. അത് കേൾക്കാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ട്. TV ഉണ്ട്, നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. റൂമിലിരുന്ന് അതും തിരിച്ചു വെച്ചാൽ മതി. പക്ഷെ അതിന് നമുക്ക് ചില സമയത്ത് സമയം ഉണ്ടാവില്ല. അവിടെ നമ്മൾ മനസ്സിനെ പിടിച്ചു വെച്ചിട്ട് കുറച്ച് കർക്കശമായിട്ട് നിയന്ത്രിച്ച് നിർത്തിയിട്ട് വേണം അതൊക്കെ അനുഭവിക്കാൻ. കാരണം വെറുതെ നമ്മളെ വീട്ടിൽ ഇങ്ങോട്ട് വരികയാണ്. ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ സാധിച്ചിട്ടില്ല. ഒരു മഹാത്മാവിനെ കാണണമെങ്കിൽ കല്ലും മുള്ളും നിറഞ്ഞ കാട്ടിക്കൂടെയും കുന്നും മലയൊക്കെ കയറി വേണം നടന്ന് കാണാൻ. അവിടെ ചെന്നാൽ അവിടെ ഇരിക്കാനോ ആഹാരത്തിനോ ഒന്നും വലിയ വകുപ്പുകളൊന്നും ഉണ്ടാവില്ല. എന്നാലും അതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് പണ്ടുള്ളവർക്ക്. നമുക്കതല്ല, ചാരുകസേലിരുന്നിട്ടോ സോഫയിലിരുന്നിട്ടോ ഫാനിട്ടിട്ടോ AC ഓൺ ചെയ്തിട്ടോ അവിടെ ഇരുന്ന് TV-യിൽ ഇത് മനോഹരമായിട്ട് കാണാം. മാത്രമല്ല നെറ്റുള്ളവർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പിന്നെയും കാണാം. ഒരിക്കൽ കേട്ട് പിന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും കേൾക്കാം. ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അങ്ങനെ നിരവധി സ്വാമിമാരുടെ പ്രഭാഷണങ്ങൾ നമുക്ക് ദിവസം കേൾക്കാൻ പറ്റും. പിന്നെ ഭാരതഭൂമിയിലാണെന്ന് ഇഷ്ടംപോലെ ഇതൊക്കെ പറഞ്ഞു തരാൻ കഴിവുള്ളതായ എത്രയോ മഹാത്മാക്കളുണ്ട്. അവരിങ്ങനെ നടക്കുന്നുണ്ടാവും. അവരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് കൂടി ചേർന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അവരുള്ള സ്ഥലത്തേക്ക് ചെന്നിട്ടോ കുറച്ച് നേരം ഇരുന്നാൽ അവർക്ക് ഇതേ പറഞ്ഞു തരാനുണ്ടാവുള്ളൂ. വേറൊരു കാര്യം അവർ മിണ്ടില്ല. കുറച്ച് സമയം കിട്ടി അവർ അല്പെങ്കിലും നമ്മളെ ഒരു ചെറിയൊരു പടി ഉയർത്താൻ സാധിക്കുമെന്ന് അവർ ശ്രമിച്ചു നോക്കും. അപ്പം അതുകൊണ്ട് സന്യാസിമാരെ കണ്ടാൽ നമ്മൾ വളരെയധികം ബഹുമാനിക്കണം. നമ്മളെ ജന്മനിവൃത്തി വരുത്തി തരാൻ കഴിവുള്ളതായ മഹാത്മാക്കളാണ് അവരൊക്കെ. കഴിയാവുന്ന സേവനം അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം, മടി കൂടാതെ. നമ്മൾ ഈ വിരുന്നുകാരൊക്കെ വന്നാൽ എത്രയോ ചിലവാക്കും. നേരെ മറിച്ച് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ നമ്മൾ എന്താ കഴിയുന്ന വെച്ചാൽ അത് ചെയ്തു കൊടുക്കണം. വലിയ കഴിവൊന്നും ഇല്ലെങ്കിൽ സാരില്ല, കഴിയാവുന്നത് ചെയ്തു കൊടുക്കുക. എറണാകുളത്തു നിന്ന് ഒരു സന്യാസിയുടെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഓരോരുത്തർ 5 റുപ്യ 10 റുപ്യ 1 റുപ്യ 2 റുപ്യ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിലവർ 500 റുപ്യ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു തുക കിട്ടി. നേരെ മറിച്ച് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ 9 പൈസ കൊടുക്കില്ല ആരും. അപ്പോൾ അങ്ങനെയാണ് മഹാത്മാക്കൾക്ക് കയ്യിലെന്താ പോക്കറ്റിൽ എന്താ ഉള്ളത് വെച്ചാൽ എടുത്ത് കൊടുക്കുക. 5 റുപ്യാണ് 5 റുപ്യ. നമ്മൾ മടിക്കരുത്. ചെറിയ തുക എങ്ങനെ കൊടുക്കാമെന്നും വിചാരിക്കരുത്. 1 റുപ്യെങ്കിൽ 1 റുപ്യ, 2 റുപ്യെങ്കിൽ 2 റുപ്യ. അങ്ങനെ നമ്മളെ അത്യാവശ്യം കഴിഞ്ഞുള്ള പൈസ ഒക്കെ അങ്ങനെയുള്ളവർക്ക് വേണം കൊടുക്കുക. കാരണം അവരിവിടെ ജീവിക്കുന്നതും ശ്വാസം കഴിക്കുന്നതും മറ്റുള്ള ജീവരാശികൾക്ക് വേണ്ടി മാത്രമാണ്, അവർക്ക് വേണ്ടിയല്ല. സന്യാസി എന്ന് പറയുന്ന സമ്യജ്ഞാസത, അതിന് സ്വന്തമായിട്ടൊന്നും വേണ്ട. ഈ ലോകത്തുനിന്ന് അവനാന് കിട്ടാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ലോകത്തുനിന്ന് കിട്ടാൻ വേണ്ടിയല്ല അവർ ജീവിക്കുന്നത്, അങ്ങോട്ട് കൊടുക്കാനാണ്. അവരെ ബോധോദയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്നതായുള്ള മഹാത്മാക്കളാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടും വേണം. പിന്നെ അമ്പലങ്ങളുണ്ടാവും, ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് ക്ഷേത്രത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മളറിയാത്തതായിട്ടുള്ള മാറ്റങ്ങളാണ് നമുക്കുണ്ടാവുക. ക്ഷേത്ര ദർശനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ യുക്തിയൊന്നും ചിന്തിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ആ യുക്തിക്ക് അതീതമായിട്ടുള്ള മഹാത്മാക്കളാണ് ഈ ക്ഷേത്രമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് പോരേ വേണ്ടു, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഭാഗവതം കേൾക്കേ വേണ്ടു. നമ്മൾ അന്തർമണ്ഡലത്തിലെ മാറ്റങ്ങൾ എങ്ങനെയാണെന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, തനിയെ മാറിക്കോളും. സത്സംഗമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സത്സംഗം നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ സത്സംഗം എവിടെയാണോ സത്സംഗം ഉള്ളത് വെച്ചാൽ അവിടെ പോകണം, അവിടെ പോയിരിക്കണം.
സത്തുക്കളായിട്ടുള്ള സംഘം, അതായത് മഹാത്മാക്കൾ എവിടെയുള്ള വെച്ചാൽ അവിടെ പോവുക, എവിടെയാണ് സത്സംഗങ്ങളിൽ വെച്ചാൽ അവിടെ പോവുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം സത്സംഗങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്, പല സ്ഥലത്തും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സത്സംഗം നടത്താത്ത ഒരു ഗ്രൂപ്പും ഇല്ല ഇപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകണം, പോയിട്ട് നമ്മുടെ ജന്മനിവൃത്തി വരുത്താൻ നോക്കണം. വയസ്സാവുമ്പോൾ എന്താ സ്ഥിതി എന്നുള്ളത് ആശുപത്രിയിൽ നിന്ന് ഞാൻ വളരെ കണ്ടതാണ്. വലിയ വലിയ ആൾക്കാരൊക്കെ തന്നെ വയസ്സുകാലത്ത് ആശുപത്രിയിലെത്തി കഴിഞ്ഞാൽ അവരെ നേരിട്ട് ചെന്ന് കാണുന്ന സമയത്ത് കുറച്ച് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു, പക്ഷേ നിവൃത്തിയില്ല, തോന്നിയില്ല. എന്താ ചെയ്യുക, വയ്യാതെയായി, ഒരു ഭാഗം തളർന്നു, അല്ലെങ്കിൽ നട്ടലിന് തേയ്മാനം വന്നു, എഴുന്നേക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങനെ എന്തെങ്കിലും വൈകില്ല, അല്ലെങ്കിൽ ഡയബറ്റീസ് മൂത്തു, പ്രഷർ അധികമായി, കണ്ണിൻ്റെ കാഴ്ച പോയി, ഇങ്ങനെയൊക്കെ പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല നിലയിൽ ഇരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് എന്തായിരുന്നു ചെയ്ത്? അതാണ്, അതിന് വിവേകം ഉണ്ടായില്ല. വിവേകം ഉണർത്തിത്തരാൻ തക്കതായ ഒരു സാഹചര്യം ഉണ്ടായില്ല. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കാൻ ഞാനിട്ട് ശ്രമിച്ചതുമില്ല. പൈസ ഉണ്ടായിരുന്നു, ആരോഗ്യം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അതിനുവേണ്ടി ശ്രമം ചെയ്തില്ല എന്നാണ്. അങ്ങനത്തെ ഒരു നിരാശയ്ക്ക് കാരണമാവുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഇത്രയധികം ഈ പന്തലൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ 10, 23, 24, 25 ലക്ഷത്തോളം പൈസ ഈ ഒരു സംഗതി നടത്തിക്കൊണ്ടുപോകാൻ. സ്വാമിക്ക് ചിലവ്, ആഹാരം കൊടുക്കുന്നു, താമസിക്കുന്നു, നമ്മൾ സുഖമായിട്ടിരുന്ന് കേൾക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കാൻ നമുക്കൊരു സമയം ഉണ്ടായാൽ നന്നായിരുന്നു. അതിനുവേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാം, ഈ സന്ദർഭങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ഒരു വിവേകം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. അതിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നൊക്കെ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഓങ്കാരം ജപം നടത്തിയെന്ന്, ഓങ്കാരത്തിൻ്റെ ഒരു കഥ പറയാം. ഗുരുവായൂർ രാഘവാര്യരുണ്ട്, റിട്ടയർഡ് കളക്ടറാണ്. അദ്ദേഹത്തിന് മൂത്രം പോവാതെ പ്രോസ്റ്റേറ്റിന് വീക്കുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാൾ യൂറോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഓപ്പറേഷൻ നടത്താം, അത് ശരിയാക്കാമെന്ന്. ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു തണ്ണിമത്തൻ്റെ അത്ര കനം അടിയിൽ തോന്നി. മൂത്രമാണെങ്കിൽ കൺട്രോളില്ലാതെ അങ്ങനെ പോവുകയും ചെയ്യാം, കുടുങ്ങി. അവസാനം ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി 15 ദിവസം കിടന്നു, യാതൊരു ഗുണവും ഉണ്ടായില്ല. കോഴിക്കോട് പോയി യൂറോളജിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരാളുണ്ട്, റോയ്ച്ചാലി, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഒരു മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞ് പോന്നു. 2 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ചെന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒക്കെ സുഖമായി, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എന്തേ ചെയ്തു എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഭൂമാനന്ദ സ്വാമിജി ഇവിടെ വന്ന സമയത്ത് വീട്ടിൽ വന്നിരുന്നു. എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഈ വിവരമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, 10 ഓങ്കാരം ജപിക്കുക ദിവസം. 21 വേണ്ടത്, പക്ഷെ അങ്ങ് 10 ജപിച്ചാൽ മതി, ഓങ്കാരം ജപിക്കുക ദിവസം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയി. അങ്ങനെ ഞാനങ്ങനെ 10 ഓങ്കാരം വീതം ദിവസം ജപിച്ചു. എന്തോ അറിയില്ല, മൂത്ര ഒക്കെ ബന്ധമൊക്കെ ശരിയായി, ഒരു കുഴപ്പമില്ലാതെയായി, കനൊക്കെ പോയി, ഇപ്പോൾ സുഖമായി, പഴയ മാതിരി തന്നെ ആയി, യാതൊരു വിഷമമില്ല. ഓങ്കാരം ജപിച്ചിട്ടാണ്. അപ്പോൾ 10 ഓങ്കാരം വീതം കുറച്ച് ദിവസം ജപിച്ചപ്പോഴേക്കും അവർക്ക് നേരെയായി എന്നാണ് പറയുന്നത്. ഓങ്കാരത്തിൻ്റെ ശക്തി എത്രയാണ്! ഓം എന്ന് പറഞ്ഞാൽ ഓങ്കാരത്തെക്കുറിച്ച് വളരെയധികം പറഞ്ഞിട്ടുണ്ടല്ലോ. ഗൗഡപാദ കാരികയിൽ എത്ര കേമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ ഓങ്കാരത്തിൻ്റെ മഹിമ. ഓങ്കാരം ജപിച്ചാൽ നമുക്ക് വളരെയധികം കാര്യങ്ങളുണ്ടാവും. സത്യസായി ബാബ എല്ലാ പ്രാവശ്യവും മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഒരു 10-21 ഓങ്കാരം ജപിപ്പിക്കും എല്ലാവർക്കും കൊണ്ടും. അത് ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തൊന്നില്ലാത്തൊരയവ് വരും, ഒരു ശാന്തി വരും. നമ്മൾ വെറുതെ ജപിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഒച്ചത്തിൽ ജപിക്കാൻ മടിയാണ്, നാണക്കേടാണ്. ഒറ്റയ്ക്കൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ജപിക്കുമ്പോൾ കൈ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ജപിച്ചു നോക്കണം. അവിടെയൊക്കെ ആ തരിപ്പ് അനുഭവപ്പെടും. അതായത് അതിൻ്റെ കമ്പനം, ഓങ്കാരത്തിൻ്റെ കമ്പനം ശരീരത്തിലെ സകല സെല്ലിനെ അനുരണനായിരിക്കും. ഇപ്പോൾ എവിടെയൊക്കെ ഡിസ്കോർഡുണ്ട് അതൊക്കെ ഹാർമണൈസ് ചെയ്യാനുള്ള കഴിവ് ഓങ്കാരത്തിനുണ്ട്. കുട്ടികളൊക്കെ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ 3-4 പേര് ഒന്നിച്ച് ഓങ്കാരം ജപിക്കാൻ വെച്ചാൽ വളരെ ഇഫക്റ്റീവാണ്. ഒരു സദസ്സ് മുഴുവൻ കൂടെ ഓങ്കാരം ജപിക്കാൻ വെച്ചാൽ എന്താ അവിടുത്തെ ശക്തി, പവർ, ഭയങ്കര പവറാണ്. അതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വൈകല്യം, മാനസികമോ ശരീരം ഉണ്ടെങ്കിൽ അവർക്ക് നേരെയാവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് ഓങ്കാരം ജപിക്കാൻ നമുക്ക് മടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സ്വാമിജി എല്ലാവരെ കൊണ്ട് ഓങ്കാരം ജപിക്കുന്നതായി കണ്ടു, വളരെ നന്നായി ദിവസം. അത് സ്വാമിജി അങ്ങനെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തു. മൂത്രാശയമായുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുത്തു, വെറും ഓങ്കാരം ജപിച്ചിട്ട്. നേരെ കുറച്ച് ആശുപത്രിയിലാണെങ്കിൽ എത്ര 1000 രൂപ കൊടുക്കേണ്ടി വരും? ഒന്നും വേണ്ട, നമ്മളെ കയ്യിൽ ഓങ്കാരമുണ്ട്, സർവ്വരോഗ വിനാശിനിയായിട്ടുള്ള ഓങ്കാരം. ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും നേരെയാക്കാനുള്ളൊരു ഓങ്കാരമുണ്ട്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ സർവേ വേദ യത്പദമാമനന്തി
തപാംസി സർവാണി ചെയ്തു വദന്തി ഇതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹണ ബ്രവീമി ഓം ഇത്യേത് എന്നാണ്. സർവ്വവേദങ്ങളും ഏതൊന്നിനെ കുറിച്ചാണോ പറയുന്നത്? സകല മഹാത്മാക്കളും എന്തോന്ന് ആഗ്രഹിച്ചിട്ടാണോ ബ്രഹ്മചര്യത്തിൽ ചരിക്കുന്നത്? യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹണ, ആ പദങ്ങളെ മുഴുവനും സർവ്വശാസ്ത്രത്തെയും കൂടി സംഗ്രഹിച്ചു വച്ചിരിക്കുന്നതാണ് ഓം എന്ന് പറഞ്ഞു. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്ത അനുഭാതി സർവം സത്വഭാസ സർവമിത വിഭാതി എന്ന് പറഞ്ഞു. പ്രകാശത്തെ, ഓങ്കാരത്തിൻ്റെ ആ മഹിമയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പല ശാസ്ത്രങ്ങളിലും, ഓങ്കാര മഹിമ. അപ്പം നമ്മൾ ഓങ്കാരം ജപിക്കാൻ നമുക്ക് യാതൊരു വിഷമമില്ല. വെറുതെ ഓങ്കാരം ജപിച്ചാൽ മതി. മെല്ലെ ജപിക്കുകയും ചെയ്യാം, ഉറക്കെ ജപിക്കുകയും ചെയ്യാം. മറ്റുള്ളവരൊക്കെ ഉള്ള സമയത്താണെങ്കിൽ മെല്ലെ ജപിക്കുക. ഒന്നിച്ചുകൂടി ജപിക്കുകയാണെങ്കിൽ വളരെ ഇഫക്റ്റാണെന്നാണ് പറയുന്നത്. ഒരു 10-100 പേര് ഒന്നിച്ച്, ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 250-300 ആൾക്കാരുണ്ടാവും. അവരെല്ലാം കൂടി ഓങ്കാരം ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ആർക്ക് എന്തൊക്കെ ആ വിഷമങ്ങളിലൊക്കെ മാറിക്കിട്ടും. അതറിയാതെ മാറിക്കോളും. എല്ലാവരുടേതായിട്ടുള്ള ഓങ്കാരധ്വനിയുടെ ആ സ്പന്ദനം എല്ലാവരുടെയും ശരീരത്തിലെ എല്ലാ ഞരമ്പിനെയും എല്ലാ സെല്ലുകളെയും ബാധിച്ചിട്ട് ഒക്കെ നേരെയാക്കും. എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നേരെയാവും. മനോരോഗികളായിട്ടുള്ള വല്ലവരുണ്ടെങ്കിൽ അവരും അതെ, ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സെക്രീഷനാണ് ഈ മാനസിക വിഷമങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത്. ആ സെക്രീറ്റ് ചെയ്യുന്നതായ സെല്ലുകളുടെ പാകപ്പഴുകളൊക്കെ നേരെയാക്കാനും കഴിയും ഈ ഓങ്കാരജപത്തിന് എന്ന് പറയും. അങ്ങനെ നമുക്ക് പലതും നമ്മളെ മഹാത്മാക്കൾ നമുക്കായി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അത് എടുത്തുപയോഗിച്ച് മര്യാദയ്ക്ക് ജീവിക്കാനും ജന്മസാഫല്യം വരുത്താനും ഉള്ളൊരു വിവേകം നമുക്കുണ്ടാവുക മാത്രമേ വേണ്ടൂ. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നമസ്കാരം.